ഹലോ എവ്രി വൺ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് നോയിങ് അവർ നമ്പേഴ്സ്. നമ്മുടെ നമ്പറുകളെ പറ്റി അറിയാം. നമുക്കിപ്പോ നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ പല ടൈപ്പ് നമ്പറുകളുണ്ട്. ന്യൂമറിക് നമ്പേഴ്സ് ഉണ്ട്, ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്. അങ്ങനെ കുറെ ടൈപ്പ് നമ്പേഴ്സ് നമ്മുടെ നമ്പർ സിസ്റ്റത്തിലുണ്ട്. അപ്പൊ അതിനൊക്കെ പറ്റിയും അതിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസിനെ പറ്റി അറിയാനുള്ള ചാപ്റ്റർ ആണിത്. ഓക്കെ, ചാപ്റ്ററിന്റെ നെയിം നോയിങ് അവർ നമ്പേഴ്സ്. നമ്മുടെ നമ്പറുകളെ പറ്റി അറിയാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇൻട്രൊഡക്ഷൻ. കൗണ്ടിങ് തിങ്സ് ഈസ് ഈസി ഫോർ അസ് നൗ. നമുക്കിപ്പോ എന്താണ് കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, ഒരു ബൾക്ക് ഓഫ് സാധനം, കുറച്ചധികം സാധനം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കൗണ്ട് ചെയ്യാൻ ഈസിയാണ്. വി ക്യാൻ കൗണ്ട് ഓബ്ജക്ട്സ് ഇൻ ലാർജ് നമ്പേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ നമ്പർ, ലാർജ് നമ്പേഴ്സിലുള്ള ഒബ്ജക്ട്സ് കൗണ്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്കൂൾ. ഒരു സ്കൂളിലെ സ്റ്റുഡൻസിന്റെ എണ്ണം ആൻഡ് റെപ്രസെന്റ് ദം ന്യൂമറൽസ്. നമുക്ക് അതിന് എന്ത് ചെയ്യാം? ഒരു ന്യൂമറൽ വാല്യൂ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ലാർജ് നമ്പേഴ്സ് യൂസിങ് സ്യൂട്ടബിൾ നമ്പർ നെയിംസ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് വലിയൊരു ലാർജ് നമ്പേഴ്സ്, എന്തെങ്കിലും ഒരു വലിയ കുറെ കൗണ്ട് ഉള്ള ഒരു സാധനത്തിന്റെ നമ്പേഴ്സ് നമുക്ക് നമ്പർ നെയിംസ് വെച്ച്, അതിന് അനുയോജ്യമായ സ്യൂട്ടബിൾ ആയ നമ്പർ നെയിംസ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് as if we always knew how to convey large quantities in conversion or through symbols. ഇപ്പൊ നമുക്കറിയാം എന്ത് സിമ്പിൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ കൺവേർഷൻ വഴി വലിയ ക്വാണ്ടിറ്റീസിനൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാനും, അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റിനെ ചെറുതിലേക്ക് കൺവേർട്ട് ചെയ്യാനും, സിമ്പിൾസ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് അറിയായിരിക്കും. പക്ഷെ ശരിക്കും ആദ്യം മുതൽ, അതായത് നമ്പേഴ്സ് കണ്ടുപിടിച്ച അപ്പം മുതൽ അങ്ങനെ അറിയായിരിക്കോ? അങ്ങനെയല്ല. ആദ്യം മുതലേ ഇപ്പോ ഉള്ള രീതിയിലുള്ള കൺവേർഷൻസും അല്ലെങ്കിൽ എന്താണ് നമ്പർ സിസ്റ്റംസും ഒന്നും അറിയില്ലായിരുന്നു. മെനി തൗസൻഡ് ഇയേഴ്സ് എഗോ, കുറെ 1000 വർഷങ്ങൾക്ക് മുമ്പ്, പീപ്പിൾ ന്യൂ ഓൺലി സ്മോൾ നമ്പേഴ്സ്. ആളുകൾക്ക് എന്താണ് അറിഞ്ഞിരുന്നുള്ളൂ? ചെറിയ നമ്പേഴ്സ്, സ്മോൾ നമ്പേഴ്സ് ആണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഗ്രാജുവലി ദേ ലേൺ ഹൗ ടു ഹാൻഡിൽ ലാർജ് നമ്പേഴ്സ്. അങ്ങനെ പിന്നെ പോകെ എന്താണ് വലിയ നമ്പേഴ്സ്, ലാർജർ നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യണ രീതി പഠിച്ചെടുക്കുകയാണ് ചെയ്തത് നമ്മള്. They also learned how to express large numbers in symbols. അതുപോലെ തന്നെ വേറെന്താ പഠിച്ചത്? വലിയ നമ്പറുകൾ, ലാർജ് നമ്പേഴ്സ് സിമ്പിൾസിൽ എക്സ്പ്രസ് ചെയ്യാനും പഠിച്ചു. All these came through collective efforts of human beings. ഇത് വെറുതെ പഠിച്ചതാണോ? അല്ല. ഇതെല്ലാം എങ്ങനെയാ വന്നത്? ഹ്യൂമൻ ബീയിങ്സിന്റെ എഫേർട്ട്, അവരുടെ ഒരു കഷ്ടപ്പാട് കൊണ്ട് വന്നതാണ്. അതായത് ഇപ്പൊ നമ്മൾ ആദ്യകാലത്തൊക്കെ ചെറിയ സ്മോൾ വാല്യൂസ് ആണ് അറിയണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരു ലാർജ് നമ്പർ ഓഫ് തിങ്സ് അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ അവർ അതിനൊരു വേ ആലോചിച്ചാണ് എന്ത് എഫേർട്ട് എടുത്താണ് ലാർജ് നമ്പർ ഓഫ് കണ്ടുപിടിച്ചത്, കൗണ്ട് ചെയ്യാൻ. ദ പാത്ത് വാസ് നോട്ട് ഈസി. അവർക്ക് എന്തായിരുന്നില്ല, അത് ഈസി ആയിരുന്നില്ല. കാരണം അവർക്കറിയാത്തൊരു കാര്യമായിരുന്നു അത്. അത് അവരുടെ ഫോണിലൂടെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ദേ സ്ട്രഗിൾ ഓൾ അലോങ് ദ വേ. അവര് ഈ ലാർജർ നമ്പറിന്റെ സിസ്റ്റം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ കൺവേർഷനൊക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. ഇൻഫാക്ട് ദ ഡെവലപ്മെന്റ് ഓഫ് വോൾ ഓഫ് മാത്തമാറ്റിക്സ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ദിസ് വേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ മാത്തമാറ്റിക്സിന്റെ വോൾ ഡെവലപ്മെന്റ്, അതായത് മാത്തമാറ്റിക്സ് എന്താണ് ആദ്യം മുതലേ ഇങ്ങനെ അല്ലായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ ഇങ്ങനെ എത്താനുള്ള കുറെ എഫേർട്സ് ഇതിന്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആസ് ഹ്യൂമൻ ബീങ്സ് പ്രോഗ്രസ്ഡ്, അപ്പൊ ആദ്യം സ്മോളർ നമ്പർ ആണെന്ന് അറിയുള്ളൂ, പിന്നെ എഫേർട്ട് വെച്ച് ലാർജർ നമ്പർ കണ്ടുപിടിച്ചു. അങ്ങനെ ആ പ്രോഗ്രസിന്റെ ഒക്കെ ഭാഗമായിട്ട് ദർ വാസ് ഗ്രേറ്റർ നീഡ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ്. എന്ത് ചെയ്തു? മാത്തമാറ്റിക്സ് ഡെവലപ്പ് ചെയ്യേണ്ട ഭയങ്കരമായ ഒരു ആവശ്യം വന്നു. മാത്തമാറ്റിക്സ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ആവശ്യം വന്നു. ആൻഡ് ആസ് എ റിസൾട്ട് മാത്തമാറ്റിക്സ് ഗ്രൂ ഫർദർ ആൻഡ് ഫാസ്റ്റർ. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? മാത്തമാറ്റിക്സ് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടും ഫർദർ ആയിട്ടും ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്.
നമ്മൾ ഒരു ആവശ്യം വരുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ മാത്തമാറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് മാത്തമാറ്റിക്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരെന്ത് ചെയ്തു, അതിനെ വീണ്ടും അതിന്റെ ഗ്രോത്തിന് വേണ്ടി, ഫാസ്റ്റ് ആൻഡ് ഫർദർ ഗ്രോത്തിന് വേണ്ടി അവർ പ്രയത്നിച്ചു. അങ്ങനെ മാത്തമാറ്റിക്സിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത്. വി യൂസ് നമ്പേഴ്സ് ആൻഡ് നോ മെനി തിങ്സ് അബൌട്ട് ദം. നമ്മൾ എന്താണ്, നമ്പർ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്പറുകളെ പറ്റി കുറെ കാര്യങ്ങൾ അറിയുകയും ചെയ്യാലോ. നമ്പേഴ്സ് ഹെൽപ്പ് us ടു കൗണ്ട് കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. നമ്പേഴ്സ് നമ്മൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? കോൺക്രീറ്റ് ഒബ്ജക്ട്സ്, അതായത് ഒരു കറക്റ്റ് എമൗണ്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൗണ്ട് ചെയ്യാൻ നമ്പേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. They help us to say which collection of objects is bigger and arrange them in order. അപ്പോൾ ഈ നമ്പേഴ്സ് നമ്മളെ എന്തിനെ സഹായിക്കുന്നത്? They help us to which collection of objects is bigger. ഏത് ഒബ്ജക്റ്റിന്റെ കളക്ഷൻ ആണ്. ഇപ്പൊ നമ്മുടെ കയ്യില് ഒരു കയ്യില് ഒരു പാക്ക് ഓഫ് ഓറഞ്ചും ഒരു കയ്യിൽ ഒരു പാക്ക് ഓഫ് ആപ്പിളും ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ ഉണ്ടെങ്കിൽ, അതിൽ ഏത് ലാർജർ എന്ന് ബിഗർ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് മാത്തമാറ്റിക്സ് വെച്ച് പറ്റും. ആൻഡ് അറേഞ്ച് ദം ഇൻ ഓർഡർ. എന്ത് ചെയ്യാം? അത് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അതായത് ഏതാണ് ലാർജർ ഏതാണ് സ്മോളർ. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ കുറെ സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അവരുടെ ഹൈറ്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് നമുക്ക് അവരെ അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാത്സ് ഉപയോഗിക്കാം. അങ്ങനെ എക്സാമ്പിൾ ഫസ്റ്റ്, സെക്കൻഡ്, എക്സെട്ര. ഒരു ഓർഡറിലേത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അതൊരു ഓർഡർ ആണ്. നമ്പേഴ്സ് ആർ യൂസ്ഡ് ഇൻ മെനി ഡിഫറെന്റ് കോണ്ടെക്ട്സ്. പല കോണ്ടെക്ട്സിലും പല സിറ്റുവേഷൻസിലും എന്ത് ചെയ്യും? നമുക്ക് നമ്പേഴ്സ് ഉപയോഗിക്കാം. ആൻഡ് ഇൻ മെനി വേസ്, വേറെ പല രീതിയിലും. തിങ്ക് അബൌട്ട് വേരിയസ് സിറ്റുവേഷൻസ് വേർ വി യൂസ് നമ്പേഴ്സ്. നമ്മൾ നമ്പേഴ്സ് ഉപയോഗിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ ആലോചിക്കാണ് പറഞ്ഞേക്കുന്നത്. ലിസ്റ്റ് 5 distinct situations in which numbers are used. നമ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു 5 സിറ്റുവേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പലതും കൗണ്ട് ചെയ്യാനും പിന്നെ നമ്പേഴ്സ് പിന്നെ എവിടെയാ, വെയിറ്റ് നോക്കുന്നിടത്ത്, ഹൈറ്റ് നോക്കുന്നിടത്ത്, അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്പേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു 5 സിറ്റുവേഷൻസ് ആണ് നിങ്ങളോട് റിമെമ്പർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. We enjoyed working with numbers in our previous classes. നമ്മൾ നമ്മുടെ ചെറിയ ക്ലാസ്സിലേക്ക് എന്താണ് നമ്പർ വെച്ച് വർക്ക് ചെയ്യാൻ നല്ല ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം നമ്പേഴ്സ് വെച്ച് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്പേഴ്സ് വെച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്സ് ശരിക്കും ഒരു ഈസി സബ്ജക്റ്റ് ആണ്. നമുക്ക് നമ്പേഴ്സ് ഇഷ്ടമാണെങ്കിൽ അതിലെ ട്രിക്കൊക്കെ മനസ്സിലാക്കി ആ ട്രിക്കിലൂടെ അത് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് എന്താ നല്ലൊരു ഈസി സബ്ജക്റ്റ് ആയിട്ട് മാത്സ് മാറും എന്നുള്ളതാണ്. We have added, subtracted, multiplied and divided them. നമ്മൾ ചെറിയ ക്ലാസ്സിൽ എന്തൊക്കെ പഠിക്കും? ആഡ് ചെയ്യാൻ, അഡീഷൻ പഠിക്കും, സബ്സ്ട്രാക്ഷൻ പഠിക്കും, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കും, ഡിവിഷൻ പഠിക്കും. വി ഓൾസോ ലുക്ക് ഫോർ പാറ്റേൺസ് ഇൻ നമ്പർ സീക്വൻസ്. അതുപോലെ പിന്നെന്താ പഠിക്കുന്നത്? പാറ്റേൺസ്, നമ്പർ സീക്വൻസിന്റെ പാറ്റേൺസ് ആൻഡ് ദാൻ മെനി അതർ ഇൻട്രസ്റ്റിംഗ് തിങ്സ് വിത്ത് നമ്പേഴ്സ്. അതുപോലെ നമ്പേഴ്സ് വെച്ച് പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യും. In this chapter, we shall move forward on such interesting things with a bit of review and revision as well. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് തിങ്ങിലേക്കാണ് പോകുന്നത്. കുറച്ച് റിവ്യൂ അതുപോലെ റിവിഷൻ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഹെഡിങ് എന്നുള്ളത് കമ്പയറിംഗ് നമ്പേഴ്സ്. കമ്പയറിംഗ് നമ്പേഴ്സ്, കമ്പയർ എന്ന് വെച്ചാൽ എന്താ? താരതമ്യപ്പെടുത്താം, ഡിഫറൻസ് മനസ്സിലാക്കാം, കമ്പയർ ചെയ്യാം. ആസ് വി ഹാവ് ഡൺ quite a lot of this earlier. നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ കമ്പയറിംഗ് നമ്പേഴ്സ് കുറെ മുമ്പും ചെയ്തിട്ടുണ്ട്. Let us see if we remember which is the greatest among these. അപ്പൊ നമുക്ക് ജസ്റ്റ് റീവിസിറ്റ് ആണിത്. ചാപ്റ്ററിലേക്ക് നമ്മൾ ഓൾറെഡി നോക്കിയ ചാപ്റ്ററുകളായിരിക്കും. അപ്പൊ നമുക്ക് പ്രീവിയസ് ക്ലാസ്സിലൊക്കെ, അപ്പൊ നമുക്കിത് ജസ്റ്റ് റീവിസിറ്റ് ചെയ്യാനുള്ള ഒരു ചാപ്റ്റർ ആണ്, പോർഷൻ ആണ് കമ്പയറിംഗ് നമ്പേഴ്സ്. അതിൽ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് ഒരു 4 ഡിജിറ്റ്സ് ആണ്, അല്ല 4 നമ്പേഴ്സ് ആണ്. 92, 392, 4456, 89,742.
അപ്പൊ ഇതിലേതാണ് ഗ്രേറ്റസ്റ്റ്? ഏറ്റവും വലിയ നമ്പർ ഏതാണ്? നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും 89,742 ആണെന്ന്. കാരണം എന്താ? അതിലെ ഡിജിറ്റ്സിന്റെ എണ്ണം കൂടുതലാണ്. ഗ്രൂപ്പ് ഓഫ് ഡിജിറ്റ്സിനെയാണ് നമ്മൾ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഓരോ സിംഗിൾ യൂണിറ്റിനെയും നമ്മൾ എന്ത് പറയും? ഡിജിറ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് കൊടുത്തേക്കുന്ന കുറച്ച് ഡിജിറ്റ്സ് കൂടുതലുള്ളത് ലാസ്റ്റ് വണ്ണിലാണ്. അതുകൊണ്ടാണ് ഇത് ഗ്രേറ്റസ്റ്റ് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനില് ഒരു 5 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ 1902, 1920, 9201, 9021, 9210. അപ്പൊ ഇതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിജിറ്റിന്റെ എണ്ണം നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ നോക്കുന്നത് ഈ ഉദാഹരണമാണ്. ഇതില് നമുക്ക് ഡിജിറ്റിന്റെ എണ്ണം നോക്കാൻ പറ്റില്ല. കാരണം ഇതിലും 4 ഡിജിറ്റ് ഉണ്ട്, ഇതിലും 4 ഡിജിറ്റ് ഉണ്ട്, ഇതിലും 4 ഡിജിറ്റ് ഉണ്ട്, ഇതിലും 4 ഡിജിറ്റ്, ഇതിലും 4 ഡിജിറ്റ്, എല്ലാത്തിലും 4 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതെങ്ങനെ നോക്കും? അപ്പൊ നമ്മൾ ഇതിന്റെ പ്ലേസ് വെച്ചിട്ട് നോക്കും. പ്ലേസ് വെച്ചിട്ട് നോക്കാന്ന് വെച്ചാൽ ഇതിലിപ്പോ ലാർജ് നമ്പർ ഏതൊക്കെയായിരിക്കും? 9201, 9021, 9210. ഇത് മൂന്നായിരിക്കും ലാർജസ്റ്റ് എന്ന്. ഇതിൽ മൂന്നിലായിരിക്കും ഏതെങ്കിലും ലാർജസ്റ്റ് നമുക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ പിന്നെ ഒറ്റ നോട്ടിൽ നോക്കുമ്പോൾ 210 ആണ് പിന്നെ ഉള്ള ലാർജ് നമ്പർ. അപ്പോ ഇതാണ് ലാർജ് നമ്പർ എന്ന് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഇനി സോ വി നോ ദ ആൻസേഴ്സ്. നമുക്കതിന്റെ ആൻസർ ഒക്കെ കിട്ടി. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഹൗ യു ഫൈൻഡ് ദ നമ്പേഴ്സ് ദാറ്റ് ഇസ് ഗ്രേറ്റസ്റ്റ്. അപ്പൊ എങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ആയ നമ്പർ കിട്ടിയെന്നാണ് നമ്മള് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മളത് പറഞ്ഞു. ആദ്യത്തേല് ഡിജിറ്റിന്റെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. രണ്ടാമത്തേല് ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കിയിട്ടാണ് എടുത്തത്. ഇനി ഇതില് ഒരു ട്രൈ ദീസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതില് can you instantly find the greatest and the smallest numbers in each row? ഇതിലെ ഗ്രേറ്റസ്റ്റ് ഏതാണ് സ്മോളസ്റ്റ് ഏതാന്ന് ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് തവണ അവർ നമുക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ആൻസർ 59,785 is the greatest and 18 is the smallest. 18 ആണ് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും ലാർജസ്റ്റ് ഇതാണ്. ഏത്? ലാർജസ്റ്റ് ഈക്വൽ ടു 89,423 ആണ് ലാർജസ്റ്റ്. ആൻഡ് ഇതിൽ സ്മോളസ്റ്റ് ഏതായിരിക്കും? സ്മോളസ്റ്റ് ഇതായിരിക്കും. ഈ 100 ആണ് സ്മോളസ്റ്റ്. കാരണം അതില് ഡിജിറ്റ് നോക്കുകയാണെങ്കിൽ 100ഉം 310ഉം ഉണ്ട്. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 100 ആണ് സ്മോള്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യനിലോ ഏതായിരിക്കും ലാർജസ്റ്റ്? ഡിജിറ്റ് കൂടുതലുള്ളത് ഏതിലാണ്? ഇതിന്. അപ്പൊ ഇതാണ് ലാർജസ്റ്റ്. സ്മോളസ്റ്റോ ഇത്. നമ്പേഴ്സ് വാല്യൂ കുറവുള്ളത് ഇവിടെയാണ്. ദെൻ ഫോർത്ത് വണ്ണിലോ ഏതാണ് ലാർജസ്റ്റ്? ഡിജിറ്റ് നോക്കുകയാണെങ്കിൽ 12,002 ആണ് ലാർജസ്റ്റ്. ആൻഡ് സ്മോളസ്റ്റ് എന്നുള്ളത് 124 ആണ്. ഓക്കെ, അപ്പോ വാസ് ദാറ്റ് ഈസി? അതെന്തായിരുന്നു? ഈസി അല്ലായിരുന്നോ? വൈ വാസ് ഇറ്റ് ഈസി? അത് ഈസി ആവാൻ കാരണം എന്താ? ഈ ഒരു എക്സസൈസ് നമുക്ക് ഈസി ആവാൻ കാരണം എന്താ? നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം ലാർജസ്റ്റില് ഡിജിറ്റ്സ് കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അവര്. പിന്നെ സ്മോളസ്റ്റില് ഡിജിറ്റും കുറവായിരുന്നു, അതിന്റെ വാല്യൂസും കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഓക്കെ, വി ജസ്റ്റ് ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് ഓഫ് ഡിജിറ്റ്സ് ആൻഡ് ഫൗണ്ട് ദ ആൻസർ. നമ്മൾ എന്ത് ചെയ്തു? ആ നമ്പർ ഓഫ് ഡിജിറ്റിലേക്ക് നോക്കിയിട്ടാണ് ആൻസർ കണ്ടുപിടിച്ചത്. The greatest number has the most 1000 and the smallest is only in hundreds or in tens. അപ്പൊ ഗ്രേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന നമ്പറിൽ ഇവര് മോസ്റ്റ് 1000 കൂടുതലുള്ളതാണ് ഇവിടെ ഗ്രേറ്റസ്റ്റ് നമ്പർ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. സ്മോളസ്റ്റ് നമ്പർ ആണെങ്കിലോ അതിൽ ഹൺഡ്രഡ്സും ടെൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ
ഇതാണ് ഇതിലെ ലാർജസ്റ്റ് നമ്പർ. ഇതിൽ തൗസൻഡ്സ് കൂടുതലുണ്ട്. 89,000 ആണ് ഇതില്. അതുപോലെ ഇവിടുത്തെ സ്മോളസ്റ്റ് ഏതാണ്? 100 ആണ്. 100-ല് എന്തുള്ളൂ? ഡിജിറ്റും കുറവാണ്, വാല്യൂയും കുറവാണ്. ഓക്കെ, make 5 more problems of this kind and give to your friends to solve. അപ്പൊ നിങ്ങളോട് ഇതുപോലത്തെ കുറച്ച് ഒരു 5 പ്രോബ്ലംസും കൂടി ചെയ്തിട്ട് ഫ്രണ്ട്സിന് അത് സോൾവ് ചെയ്യാൻ കൊടുക്കാൻ പറയാണ്. സിമ്പിൾ ആണ്, നമുക്ക് ചെയ്യാം. Now, how do we compare 4,875 and 3,542? അപ്പൊ നമ്മൾ ഇത് ഇനി എങ്ങനെയും കമ്പയർ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. രണ്ട് നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. രണ്ട് നമ്പറിലും ഈക്വൽ ഡിജിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഒരെണ്ണം 4,875, ഒന്ന് 3,542 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ഓൾസോ നോട്ട് വെരി ഡിഫിക്കൽട്ട്. ഇതെന്താ, ഒട്ടും തന്നെ ഡിഫിക്കൽട്ട് അല്ല. ദീസ് ടു നമ്പേഴ്സ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ്. ഇതിൽ രണ്ടിലും എന്താണ്, സെയിം നമ്പർ ഓഫ് ഡിജിറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ദേ ആർ ബോത്ത് ഇൻ തൗസൻഡ്സ്. ഇതിൽ രണ്ടും എന്താണ്, തൗസൻഡ്സിന്റെ നമ്പർ ആണ്. ബട്ട് ദ ഡിജിറ്റ് അറ്റ് ദ തൗസൻഡ്സ് പ്ലേസ് ഈസ് 4,875 is greater than that in 3,542. Therefore, 4,875 is greater than 3,542. Okay. അപ്പൊ ഇതിൽ നമ്മള് ചോദിച്ചേക്കുന്നത് ഈ 4,875ഉം 3,542 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് നമുക്ക് ലാർജർ എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് രണ്ടിനും സെയിം ഡിജിറ്റ് ആണ്, അതുപോലെ തന്നെ രണ്ടും തൗസൻഡ്സിലുള്ളതാണ്. പക്ഷെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? തൗസൻഡിന്റെ പ്ലേസിൽ ആദ്യത്തേലുള്ളത് 4 ആണ്. 4 is greater than 3. 4 is greater than 3. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 4,875 ആണ് അതിൽ ലാർജർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ടെൽ വിച്ച് ഇസ് ഗ്രേറ്റർ. ഇനി ഇവിടെ വേറെ രണ്ട് നമ്പർ കൊടുത്തേക്കാണ്. ഏതൊക്കെയാണ്? 4,875 4,542 കൊടുത്തേക്കാണ്. ഇതിൽ ഏതാണ് ഗ്രേറ്റർ എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഹിയർ ടു ദ നമ്പേഴ്സ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്. ഈ രണ്ടെണ്ണത്തിനും എന്താണ്, സെയിം ഡിജിറ്റ് ഓഫ് നമ്പർ ആണ്. 4 ഡിജിറ്റ്സ് വെച്ച് രണ്ട് നമ്പറിലുണ്ട്. ഫർദർ ദ ഡിജിറ്റ്സ് അറ്റ് ദ തൗസൻഡ് പ്ലേസ് ആർ സെയിം ഇൻ ബോത്ത്. പിന്നെന്താണ്, തൗസൻഡ് പ്ലേസിലുള്ള നമ്പറും സെയിം ആണ്. വാട്ട് ഡു വി ഡു ദെൻ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? We move to the next digit. നമ്മൾ നെക്സ്റ്റ് ഡിജിറ്റിലേക്ക് പോവും. ദാറ്റ് ഈസ് ടു ദ ഡിജിറ്റ് അറ്റ് ദ 100 പ്ലേസ്. അതായത് 100 പ്ലേസിലുള്ള ഡിജിറ്റിലേക്ക് നമ്മൾ പോവും. The digit at the 100 place is greater in 4,875 than in 4,542. അപ്പൊ 100ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ഏതിലാണ് ഗ്രേറ്റർ ആയിട്ടുള്ളത്? 4,875ലാണ് ഗ്രേറ്റർ ആയിട്ടുള്ളത്. Therefore, 4,875 is greater than 4,542. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മളോട് ഇനി പറഞ്ഞേക്കുന്നത് വേറെ രണ്ട് നമ്പർ ചെക്ക് ചെയ്യാനാണ്. 4,875ഉം 4,542. നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടിലും സെയിം ഡിജിറ്റ് ഓഫ് നമ്പർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 4 ഡിജിറ്റ് വെച്ചിട്ടുണ്ട്. തൗസൻഡിന്റെ നമ്പർ ആണ് രണ്ടും. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിൽ നമ്മൾ ഏത് പ്ലേസ് ആണ് ചെക്ക് ചെയ്തത്? തൗസൻഡിന്റെ പ്ലേസ് ആണ് ചെക്ക് ചെയ്തത്. സോ നമ്മൾ ഈ സീക്വൻസില് തൗസൻഡിന്റെ പ്ലേസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബോത്ത് ആർ എത്രയാണ് കിട്ടുന്നത്? 4 ആണ് കിട്ടുന്നത്. രണ്ടും 4,000 വെച്ചാണ് തുടങ്ങുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോ 4 വെച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് രണ്ടും 4 വെച്ചാണ് തുടങ്ങുന്നത്. തൗസൻഡിന്റെ നമ്പേഴ്സ് ആണ്, 4 ഡിജിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇനി 100ന്റെ പ്ലേസ് നോക്കാം. അപ്പൊ 100ന്റെ പ്ലേസ് നോക്കുമ്പോ 100ന്റെ പ്ലേസ് നോക്കുമ്പോ എന്താ,
8 ഫസ്റ്റത്തേല് 100ന്റെ പ്ലേസിൽ 8ഉം സെക്കൻഡാമത്തേല് 100ന്റെ പ്ലേസ് 5 ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 8 ഈസ് ഗ്രേറ്റർ ദാൻ 5 എന്ന് നമുക്കറിയാലോ. നമ്പർ സിസ്റ്റത്തില് 8 ഈസ് ഗ്രേറ്റർ ദാൻ 5 എന്നറിയാം. സോ അപ്പൊ നമുക്ക് എന്താ അസ്യൂം ചെയ്യാം? 4875 is greater than 4542. ഓക്കെ, മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ 1000ന്റെ പ്ലേസ് നോക്കാൻ പഠിച്ചു. 1000ന്റെ പ്ലേസ് സെയിം ആണെങ്കിൽ 100ന്റെ പ്ലേസ് നോക്കാം. 100ന്റെ പ്ലേസിൽ ഏത് പ്ലേസിലാണ് നമ്പർ ലാർജ് നമ്പർ ആയിരിക്കും നമ്മുടെ ലാർജർ നമ്പർ. നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മളോട് ഇനി ഇവിടെ ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഓഫ് നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൽ ജസ്റ്റ് നോക്കാം. ഇതില് 1000ന്റെ പ്ലേസ് എല്ലാം സെയിം ആണ്, 4 ആണ്. അതുപോലെ എല്ലാം 4 ഡിജിറ്റ് നമ്പറുമാണ്. സോ നമ്മൾ ഇനി എന്ത് നോക്കും? 100ന്റെ പ്ലേസ് നോക്കും. 100ന്റെ പ്ലേസ് നോക്കുമ്പോൾ ഇതിൽ ലാർജർ ആയിട്ടുള്ളത് 8 ആണ്. സോ ദിസ് ഈസ് ലാർജസ്റ്റ്. ഇനി 100ന്റെ പ്ലേസിൽ സ്മോൾ ആയിട്ട് കിടക്കുന്നത് ഏതാണ്? 3 ആണ്. സോ ദിസ് ഈസ് സ്മോളസ്റ്റ്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്ലേസ് എല്ലാം സെയിം ആണ്, സെക്കൻഡ് പ്ലേസ് എല്ലാം സെയിം ആണ്. തേർഡ് പ്ലേസ് നോക്കുമ്പോൾ തേർഡ് പ്ലേസിൽ ലാർജർ ആയിട്ടുള്ളത് 8 ആണ്. സോ ദിസ് ഈസ് ലാർജർ. തേർഡ് പ്ലേസിൽ ഏറ്റവും സ്മോൾ ആയിട്ട് എടുക്കുന്നത് ഏതാണ്? 0. അപ്പോ ഇതാണ് സ്മോളർ. ഇനി സി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്ലേസ് സെയിം ആണ്, സെക്കൻഡ് പ്ലേസ് സെയിം ആണ്, തേർഡ് പ്ലേസും സെയിം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഫോർത്ത് പ്ലേസ് നോക്കുമ്പോൾ ലാർജർ ആയിട്ടുള്ളത് 8 ഉള്ള നമ്പർ ആണ് ആൻഡ് സ്മോളർ ആയിട്ടുള്ളത് 1 ഉള്ള നമ്പർ ആണ്. ഇനി ഫോർത്ത് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം സ്മോളസ്റ്റ് എന്തായിരിക്കും? ഇതായിരിക്കും. കാരണം ഇതിലെന്താണ് 4 ഡിജിറ്റ് ഉള്ളൂ, ബാക്കി എല്ലാത്തിലും 5 ഡിജിറ്റ് ഉണ്ട്. നമ്മൾ ഡിജിറ്റിന്റെ കൗണ്ട് കൂടി നോക്കിയിട്ട് വേണം നമ്പർ ലാർജർ ആണോ സ്മോളർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. നമ്മളിപ്പോ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ 2 ചെറുത് 6 വലുത്, സോ 6 ലാർജർ എന്ന് എഴുതി വെക്കരുത്. എന്താണ് 6895 ആകെ 4 ഡിജിറ്റും ബാക്കി എല്ലാത്തിലും 5 ഡിജിറ്റും ആണ് ഉള്ളത്. അപ്പൊ നമുക്കിനി ബാക്കി 3 നമ്പർ കമ്പയർ ചെയ്യാം. അതില് 10,000ന്റെ പ്ലേസ് 2 ആണ്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്ലേസ് നോക്കാം. 4 3 ചെറുതാണ്, 4 ആണല്ലോ വലുത്. അപ്പൊ ഇത് അല്ല. അപ്പൊ നമുക്കിത് ഒഴിവാക്കാം. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യാം. അപ്പൊ 10,000ന്റെ പ്ലേസ് 2 ആയി, പിന്നെ 1000ന്റെ പ്ലേസ് 4 ആയി. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് 100ന്റെ പ്ലേസ്. 100ന്റെ പ്ലേസ് ഏതിലാണ് ലാർജർ ആയിട്ടുള്ളത്? 6 ആണ് ലാർജർ. സോ ഇതാണ് ലാർജർ നമ്പർ. നമ്മൾ കമ്പയർ ചെയ്ത് വേണം അത് ഏതാന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ്. If the digits and hundreds place are also same in the two numbers, then what do we do? അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മള് 1000ന്റെ പ്ലേസ് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു, ലാർജർ സ്മോളർ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. 100ന്റെ പ്ലേസ് നോക്കിയിട്ട് ലാർജർ സ്മോളർ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. അപ്പോ നമ്മളോട് ചോദിക്കുന്നത് ഇനി 100ന്റെ പ്ലേസും സെയിം ആണെങ്കിൽ നമ്മള് എന്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ കമ്പയർ 4875 4889 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1000ന്റെ പ്ലേസിൽ 4 ആണുള്ളത്, സെയിം നമ്പർ. 100ന്റെ പ്ലേസിൽ 8 ആണുള്ളത്, സെയിം നമ്പർ.
അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇനി എന്താണ്? ടെൻസിന്റെ പ്ലേസിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാന്ന് നോക്കണം. അപ്പൊ ഒരെണ്ണത്തില് 7ഉം ഒരെണ്ണത്തില് 8ഉം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്ത്? 8 ഈസ് ഗ്രേറ്റർ ദാൻ 7. ഇതിലേതാണ് ലാർജർ? 4000. ഇതാണ്. ഈ 4889 ആണ് ലാർജർ. ഓക്കെ. ഇനി നെക്സ്റ്റ് വേറെ നമ്പർ കമ്പയർ ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഓൾസോ കമ്പയർ 4875 ആൻഡ് 4879. ദീസ് നമ്പർ ആൻഡ് ദീസ് നമ്പർ. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1000ന്റെ പ്ലേസ് 4 ആണ്, സെയിം. 100ന്റെ പ്ലേസും 8 ആണ്, സെയിം തന്നെയാണ് രണ്ട് നമ്പറിലും. പിന്നെ 7ന്റെ പ്ലേസ് അല്ല, ടെൻസിന്റെ പ്ലേസിൽ 7 ആണ്, അതും സെയിം. പിന്നെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? പിന്നെ നമുക്ക് ആകെ ഒരു പ്ലേസും കൂടെ ഉള്ളൂ, വൺസിന്റെ പ്ലേസ്. വൺസിന്റെ പ്ലേസിൽ ഒരെണ്ണത്തില് 5ഉം ഒരെണ്ണത്തില് 9ഉം ഒരെണ്ണത്തിൽ ഒരെണ്ണത്തില് 9ഉം ആണ്. ഒരെണ്ണത്തില് 5ന്റെ പ്ലേസും ഒരെണ്ണത്തില് 9ഉം ആണ്. സോ നമുക്കറിയാം 9 ആണ് ഗ്രേറ്റർ. സോ ഇതിലെ ലാർജ് നമ്പർ എന്നുള്ളത് ഇതാണ്. ഓക്കെ. ഇനി ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ യു മേക്ക്? ഇനി നമ്മുടെ അടുത്തൊരു ടോപ്പിക് ആണ്. നമുക്ക് അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കമ്പയറിംഗ് ഓഫ് നമ്പേഴ്സ് ആണ്. ഡിജിറ്റ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. പിന്നെ ഡിജിറ്റ് സെയിം ആണെങ്കിൽ പ്ലേസ് വെച്ചിട്ട് 1000 പ്ലേസ് നോക്കുക, 100ന്റെ പ്ലേസ് നോക്കുക. ഇത് രണ്ടും സെയിം ആണെങ്കിൽ ടെൻസിന്റെ പ്ലേസ് നോക്കുക. ഇത് മൂന്നും സെയിം ആണെങ്കിൽ വൺസിന്റെ പ്ലേസ് നോക്കുക. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇത്ര നേരം കമ്പാരിസൺ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് അടുത്തൊരു ടോപ്പിക് ആണ്. ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ യു മേക്ക്? നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സപ്പോസ് we have 4 digits. നമുക്ക് എന്ത് ചെയ്യുന്ന കയ്യിൽ ഒരു 4 digits നമ്പർ ഉണ്ട്. അതായത് 7, 8, 3, 5. ഈ 4 നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, ഡിജിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. യൂസിങ് ദീസ് ഡിജിറ്റ്സ്, ഈ ഡിജിറ്റ്സ് ഉപയോഗിച്ച് വി വാണ്ട് ടു മേക്ക് ഡിഫറെന്റ് 4 ഡിജിറ്റ് നമ്പർ. നമുക്ക് വേറൊരു 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം. സച്ച് എ വേ ദാറ്റ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. അതിലെന്ത് ചെയ്ത് നമ്പർ റിപ്പീറ്റ് ചെയ്യരുത്. ദസ് 78335 is allowed, but 7735 is not. Make as many 4 digit numbers you can. അപ്പൊ നമ്മളോട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 4 ഡിജിറ്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 7835 നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് മാക്സിമം നമ്പർ ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതില് റിപ്പീറ്റേഷൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഒരെണ്ണം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, 7835 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്പർ എഴുതാം. 7 3 5 8 എഴുതാം. 7 5 3 8 എഴുതാം. അതുപോലെ അങ്ങനെ നമുക്ക് കുറെ നമ്പർ ഉണ്ടാക്കാൻ പറ്റും. 7 അതുപോലെ 7 5 8 3 എഴുതാം. അങ്ങനെ നമുക്ക് കുറെ നമ്പേഴ്സ് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ യു ക്യാൻ ഗെറ്റ്? അപ്പൊ നിങ്ങൾക്ക് ഇതില് കിട്ടുന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതായിരിക്കും? നമ്മൾ ഇതിനെ നമ്മുടെ വാല്യൂ, നമ്പർ സിസ്റ്റത്തിലെ വാല്യൂ വെച്ചിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഗ്രേറ്റർ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും 8 7. നമ്പർ വാല്യൂ വെച്ചിട്ട് നമ്മൾ എഴുതുക 5 3. ഇതായിരിക്കും നമുക്ക് കിട്ടണ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഇനി ഇതിൽ സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? 3 5 7 8. ഇതായിരിക്കും ഇതിലെ ഏറ്റവും
സ്മോളസ്റ്റ് നമ്പർ അതിവിടെ ഇവർ പറഞ്ഞിട്ടുണ്ട് 8753 is the greatest number and 3578 is the smallest number. നമുക്ക് നമ്മളിൽ തന്നിരിക്കുന്ന ഈ നമ്പർ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ആൻഡ് ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി think about the arrangement of the digits in both. അപ്പൊ ഇതിൽ രണ്ടെണ്ണത്തിലും നമ്മള് അറേഞ്ച്മെന്റ് നമ്മൾ ഡിജിറ്റ്സ് കൊടുത്ത രീതി നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. Can you say how the largest number is formed? Write down your procedure. നമ്മൾ ഇതില് ലാർജസ്റ്റ് നമ്പർ എങ്ങനെയാ ഫോം ചെയ്തെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കിട്ടിയ നമ്പേഴ്സ് 7, 5, 3, 8 ആയിരുന്നു. നമ്മൾ ലാർജ് നമ്പർ എങ്ങനെ എടുത്തത്? ഇതിൽ ഏറ്റവും 4 നമ്പറിൽ ഏറ്റവും വാല്യൂ കൂടിയ നമ്പർ നമ്മൾ ആദ്യം എഴുതി 8 എഴുതി. ദെൻ 8നേക്കായും വാല്യൂ കുറഞ്ഞ എന്നാൽ ബാക്കി 3 നമ്പറിൽ വാല്യൂ കൂടിയത് നെക്സ്റ്റ് 7 ആണ്. പിന്നെ വാല്യൂ കൂടിയ നമ്പർ ഏതാ? 5 ആണ്. പിന്നെ വാല്യൂ കൂടിയ നമ്പർ ഏതാ? 3 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ലാർജ് നമ്പർ അറൈവ് ചെയ്തത്. ഇനി സ്മോളർ നമ്പർ അറൈവ് ചെയ്തതാണെങ്കിലോ ഏറ്റവും വാല്യൂ കുറഞ്ഞ നമ്പർ ആദ്യം എടുത്തു 3, പിന്നെ വാല്യൂ കുറഞ്ഞത് 5, പിന്നെ വാല്യൂ കുറഞ്ഞത് 7, പിന്നെ വാല്യൂ കുറഞ്ഞത് 8. അങ്ങനെയാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ട്രൈ ദിസ്. ഇനി നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞേക്കുന്നത്. യൂസ് ദ ഗിവൺ ഡിജിറ്റ്സ് വിത്തൗട്ട് റിപ്പിറ്റേഷൻ ആൻഡ് മേക്ക് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 4-digit നമ്പേഴ്സ്. നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 4-digit നമ്പർ ഉണ്ടാക്കാനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഒരു 3 ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2874 ആണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അതില് ഏറ്റവും ലാർജ് നമ്പർ, ആ 4 ഡിജിറ്റിലെ ഏറ്റവും ലാർജ് നമ്പർ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് കേട്ടോ. ലാർജ് നമ്പർ ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ എ ക്വസ്റ്റ്യനിലെ ഏറ്റവും വാല്യൂ കൂടിയ നമ്പർ എന്നുള്ളത് 8 ആണ്. 8, പിന്നെ വാല്യൂ കൂടിയത് 4, പിന്നെ കൂടിയത് 2. ഇതാണ് ആ ഡിജിറ്റ്സ് വെച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും ലാർജർ നമ്പർ. ഇനി സ്മോളർ നമ്പർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? അതിൽ ഏറ്റവും വാല്യൂ കുറഞ്ഞ നമ്പർ ഏതാ? 2, പിന്നെ വാല്യൂ കുറഞ്ഞത് 4, പിന്നെ വാല്യൂ കുറഞ്ഞത് 7, പിന്നെ വാല്യൂ കുറഞ്ഞത് 8. ഇതാണ് ലാർജർ നമ്പറും ഇതാണ് അതിലെ സ്മോളർ നമ്പറും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റ്സ് എന്നുള്ളത് 9, 7, 4, 1 എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ നമ്പേഴ്സ് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. അതിലെ ഏറ്റവും വാല്യൂ കൂടിയ നമ്പർ ഏതാണ്? 9. ദെൻ വാല്യൂ കൂടിയത് 7, പിന്നെ വാല്യൂ കൂടിയത് 4, പിന്നെ വാല്യൂ കൂടിയത് പിന്നെ ഉള്ളത് 1. ഇതാണ് അതിലെ ലാർജസ്റ്റ് നമ്പർ. ഓക്കെ, ഇനി അതില് സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? ഏറ്റവും വാല്യൂ കുറഞ്ഞത് 1, ദെൻ 4, ദെൻ 7, ദെൻ 9. ഇതാണ് ആ സീക്വൻസിലെ ഏറ്റവും വാല്യൂ കുറഞ്ഞ നമ്പർ. ഓക്കെ, ഇനി തേർഡും കൂടി നോക്കാം. തേർഡിലുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4, 7, 5, 0 ആണ്. അപ്പോ ഇതിൽ നമ്മൾ എങ്ങനെ എടുക്കും? ഇതിൽ ഏറ്റവും വാല്യൂ കൂടിയ നമ്പർ 7, ദെൻ 5, പിന്നെ 4, പിന്നെ 0. ഇതാണ് ഈ സീക്വൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് നമ്പർ. ഇനി ഇതിൽ സ്മോളർ നമ്പർ എങ്ങനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ 0 ഉണ്ട്. അപ്പൊ 0 ആണ് ഇതിൽ ഏറ്റവും വാല്യൂ കുറഞ്ഞ നമ്പർ. സോ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളർ നമ്പർ എന്ന് പറഞ്ഞാൽ 0, 5, 4, 0, 5 ആണ് ആദ്യം വേണ്ടത്. ഏറ്റവും വാല്യൂ കുറഞ്ഞ പിന്നെ ഏത് നമ്പർ 0 കഴിഞ്ഞാ? 4, 5, 7 ഇങ്ങനെയല്ലേ വേണ്ടത്. അപ്പോ ഇതെന്തൊരു നമ്പറായി? ഇതൊരു 3-digit നമ്പറായി. ഈ നമ്പർ വെച്ച് നമുക്കൊരു 4-digit ലാർജർ നമ്പർ ഉണ്ടാക്കാം. അത് വെച്ച് തന്നെ ഒരു സ്മോളർ 3-digit നമ്പറും നമുക്ക് ഉണ്ടാക്കാം.
അപ്പൊ ഇവിടെ ഒരു ഹിന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് 0754 ഇസ് എ 3-digit നമ്പർ. നമ്മൾ സീറോ ലെഫ്റ്റ് സൈഡിൽ സീറോ വന്നാൽ നമ്മൾ എന്ത് ചെയ്യില്ല, അതിന് വാല്യൂ കൊടുക്കൂല. റൈറ്റ് സൈഡിൽ സീറോ വന്നാലാണ് നമ്മൾ അതിന് വാല്യൂ കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് 001 എന്ന് വന്നാൽ നമ്മളത് 1 ആയിട്ട് വായിക്കുള്ളൂ. കാരണം ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള സീറോക്ക് വാല്യൂ ഇല്ല. അതേസമയം നമ്മള് 100 എന്ന് എഴുതി കഴിഞ്ഞാൽ അതെന്താണ്, 100 ആണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലെ സീറോക്കാണ് വാല്യൂ ഉള്ളൂ, റൈറ്റ് സൈഡിലെ സീറോക്ക് വാല്യൂ ഇല്ല. ഓക്കെ, അപ്പൊ 3-digit നമ്പർ ആയിട്ടാണ് നമ്മൾ എഴുതാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ബാക്കി നിങ്ങൾ എക്സസൈസ് ആയിട്ട് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യനില്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നൗ മേക്ക് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 4-digit numbers by using any 1 digit twice. ഇത് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു സ്മോളസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നമ്പർ, ഇപ്പൊ നമുക്കൊരു 3 നമ്പറാണ് തന്നിട്ടുള്ളൂ, പക്ഷെ 4-digit നമ്പറാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ ട്വൈസ്, 2 പ്രാവശ്യം ഉപയോഗിക്കാം എന്നാണ്. അപ്പൊ ഇതില് ഇത് പറഞ്ഞിട്ടുണ്ട്, തിങ്ക് ഇൻ ഈച്ച് കേസ് വിച്ച് ഡിജിറ്റ് വിൽ യു യൂസ് ട്വൈസ്. നിങ്ങൾ ട്വൈസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡിജിറ്റ് ഏതാന്ന് തിങ്ക് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ 387 ആണ് നമുക്കുള്ള നമ്പേഴ്സ്. അതിൽ നമ്മൾ ഒരു ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ എങ്ങനെ ഉണ്ടാക്കും? ഓക്കെ, ഈ 387 നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വാല്യൂ കൂടിയ നമ്പർ ഏതാണ്? 8 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ വാല്യൂ കൂടിയ നമ്പർ ടോയ്സ് ആയിട്ട് എടുക്കണം. ഇപ്പൊ 8873 ഇങ്ങനെ നമ്പർ നമ്മൾ എഴുതി, ഏറ്റവും വാല്യൂ കൂടിയ നമ്പർ ടോയ്സ് ചെയ്ത് എഴുതി. ഇനി നമ്മൾ 7 ടോയ്സ് ചെയ്ത് എഴുതി നോക്കാം. നമുക്ക് 7783. ഇനി വേണേ 3 ടോയ്സ് ചെയ്ത് എഴുതി നോക്കാം, 3387. ഇതിൽ ഏതാണ് ലാർജർ? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 8873 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ലാർജർ വാല്യൂ ഉള്ള നമ്പർ ആണ് ടോയ്സ് ആയിട്ട് എടുക്കേണ്ടത്. ലാർജർ വാല്യൂ ഉള്ള നമ്പർ ആണ് ടോയ്സ് ആയിട്ട് എടുത്തിട്ട് ഒരു 4-digit നമ്പർ ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മൾ സ്മോളർ നമ്പർ ഉണ്ടാക്കുമ്പോൾ എന്ത് വേണം? ഏറ്റവും സ്മോളർ വാല്യൂ ഉള്ള നമ്പർ ആണ് ഇതിൽ തന്നെ നമ്മളോട് ഗ്രേറ്റസ്റ്റ് 4-digit നമ്പറും സ്മോളസ്റ്റ് 4-digit നമ്പറും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗ്രേറ്റസ്റ്റ് കണ്ടു, 8873 നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ സ്മോളർ ഡിജിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. അതായത് 3378. നമുക്കിനി 77 വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കാം. 7738. അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിലും 33 കൊടുത്തില്ലെങ്കിലും ഏറ്റവും ചെറിയ നമ്പറാണ് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞേക്കുന്നത്. 33 കൊടുത്തില്ല, നമ്മള് എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്യാനല്ലേ പറഞ്ഞിട്ടു, നമുക്ക് എവിടെ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ 3738 കൊടുത്തു വിചാരിക്കുക, അല്ലെങ്കിൽ 3837 ഇങ്ങനെ കൊടുത്തു വിചാരിക്കുക. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും ഇതിൽ ഏതെല്ലാം സ്മോളസ്റ്റ്? ഇതാണ് സ്മോളസ്റ്റ് നമ്പർ വരുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, ഒരു 3 ഡിജിറ്റ് തന്നിട്ട് അതിൽ നിന്ന് ഒരു ലാർജർ നമ്പർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ, 4-digit ലാർജർ നമ്പർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ അതിലെ റിപ്പീറ്റ് ചെയ്യാമെന്നൊരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ. അതായത് ഒരു ഡിജിറ്റ് ടോയ്സ് ആയിട്ട് ഉപയോഗിക്കാമെന്നുണ്ടാവും. അപ്പൊ അതിലെ ലാർജർ നമ്പർ നമ്മൾ ഗ്രേറ്റസ്റ്റ് നമ്പർ ഉണ്ടാക്കാൻ അതിലെ വാല്യൂ കൂടിയ നമ്പർ റിപ്പീറ്റ് ചെയ്യുക. സ്മോളസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അതിലെ വാല്യൂ കുറഞ്ഞ നമ്പർ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. 905 നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഏതാണ്? ലാർജസ്റ്റ് നമ്പർ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയത് 905
950. ഇപ്പൊ എന്തായി? ഒരു ലാർജർ നമ്പർ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഈ നമ്പർ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ലാർജർ നമ്പർ ഇതാണ്. ഇതിൽ ഏറ്റവും സ്മോളർ നമ്പർ എത്ര ആയിരിക്കും? 4 ഡിജിറ്റ് നമ്പറാണ് നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 0 നമ്മളിപ്പോ ഏറ്റവും കുറവ് വാല്യൂ എടുക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ 0059 എടുത്ത് വിചാരിക്കേ, ഇതൊരു 4 ഡിജിറ്റ് നമ്പർ ആവോ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാനാണ് ഈ 3 നമ്പേഴ്സ് വെച്ചിട്ട്. നമ്മൾ എ ക്വസ്റ്റ്യനിൽ പറഞ്ഞു നമ്മൾ ഏറ്റവും വാല്യൂ കുറഞ്ഞ നമ്പർ സ്മോളർ നമ്പർ ഉണ്ടാക്കാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ഏറ്റവും വാല്യൂ കുറഞ്ഞത് 0 ആണ്. അപ്പൊ നമ്മൾ 0 റിപ്പീറ്റ് ചെയ്തു, ബാക്കി 2 നമ്പർ വാല്യൂ അനുസരിച്ച് എഴുതി. അങ്ങനെ എഴുതുമ്പോൾ ഇതൊരു 4 ഡിജിറ്റ് നമ്പർ ആയോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇല്ല, ഇതൊരു 4 ഡിജിറ്റ് നമ്പർ അല്ല. കാരണം ഈ സൈഡില് നമ്പറിന്റെ വശം വരുന്ന ഈ 0ക്ക് വാല്യൂ ഇല്ല. സോ ഇതെന്താണ്? ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ് ആവുന്നുള്ളൂ. ഓക്കെ, ഒരു 2 ഡിജിറ്റ് നമ്പർ മാത്രമാണ് അത് ആവുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 0 വന്നു കഴിഞ്ഞാൽ സ്മോളർ നമ്പർ ഉണ്ടാക്കാൻ വന്നു പറഞ്ഞു. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാണ്, ഒരു 3 നമ്പർ തരാണ്, അതില് ഏറ്റവും സ്മോളർ നമ്പർ ഉണ്ടാക്കാം, അതുപോലെ ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിൽ 0 ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 0 കഴിഞ്ഞിട്ട് വാല്യൂ കുറഞ്ഞ നമ്പർ എന്ത് ചെയ്യുക? ആദ്യം എഴുതുക, 5. ദെൻ 0 റിപ്പീറ്റ് ചെയ്യുക, ദെൻ 9 എഴുതുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതൊരു 2 ഡിജിറ്റ് നമ്പർ ആയിപ്പോ. ഇതിപ്പോ ഇതില് ഈ ഒരു സീക്വൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ 4 ഡിജിറ്റ് ഏറ്റവും ചെറിയ നമ്പറാണ് ഇത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഒന്നുകൂടി പറയാം. നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ തന്നിട്ട് ഏതെങ്കിലും ഒരു നമ്പർ ട്വൈസ് ആയിട്ട് ചെയ്ത് ഒരു 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ലാർജർ നമ്പർ ട്വൈസ് ചെയ്ത് ലാർജസ്റ്റ് നമ്പറും സ്മോളർ നമ്പർ ട്വൈസ് ചെയ്ത് സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കാം. ഇൻ കേസ് ഒരു 0 ഉണ്ടാണ് ആ സീക്വൻസിനുള്ള, അല്ലെങ്കിൽ ആ ഡിജിറ്റ്സിനുള്ള ഒരു 0 ഉണ്ടെങ്കിൽ നമ്മൾ 0 സ്മോളർ നമ്പർ ഉണ്ടാകുമ്പോൾ 0 റിപ്പീറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അതെന്താവും? ഒരു 2 ഡിജിറ്റ് നമ്പർ ആയിപ്പോവും. അതായത് 00 ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ രണ്ടാമതോ മൂന്നാമതോ എഴുതുന്നതിൽ എന്തില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതൊരു 2 ഡിജിറ്റ് നമ്പർ ആയിപ്പോവും. സോ നമ്മൾ എന്ത് ചെയ്യണം? 0 കഴിഞ്ഞിട്ട് വാല്യൂ വരുന്ന 5 അല്ലെങ്കിൽ ഏത് നമ്പറാണ് അത് ആദ്യം എഴുതുക, ദെൻ 00 എഴുതുക, ദെൻ ലാർജർ നമ്പർ എഴുതുക. ഇതാണ് ഇതിന്റെ കറക്റ്റ് ഫോം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അതും സെയിം പാറ്റേൺ ആണ്. 049. 049 ഏറ്റവും ലാർജസ്റ്റ് നമ്പർ നമുക്ക് ഉണ്ടാക്കാം. നമുക്കിതിലെ ഏറ്റവും വാല്യൂ കൂടിയ നമ്പർ 9 ആണ്. സോ 9940. ഇതാണ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ. ഇനി ഇതിലെ സ്മോളസ്റ്റ് നമ്പർ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു 0 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 0 കഴിഞ്ഞിട്ട് വാല്യൂ ഉള്ള നമ്പർ എടുത്തിട്ട് അത് വെച്ച് എഴുതണമെന്ന് പറഞ്ഞു. സോ ഇപ്പൊ ഇതില് 0 കഴിഞ്ഞിട്ട് ഏറ്റവും വാല്യൂ ഉള്ള നമ്പർ 4 ആണ്. സോ 4 ദെൻ 0 റിപ്പീറ്റ് ചെയ്യുക, 009. 0 ആണിത്, 009. ഇതാണ് ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ 4th എക്സസൈസ് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയം ചെയ്തു നോക്കാം. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മേക്ക് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് എനി 4 ഡിഫറെന്റ് ഡിജിറ്റ് കണ്ടീഷൻസ് ഗിവൺ. നമ്മളോട് പറഞ്ഞേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഡിജിറ്റ്സ് ഉപയോഗിച്ച് ഒരു 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറഞ്ഞേക്കുന്ന, ഇഷ്ടമുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചൊരു 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സോ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഡിജിറ്റ് 7 എപ്പോഴും എവിടെ വേണം? 7 എപ്പോഴും വൺസിന്റെ പ്ലേസിൽ വേണം. അതായത് ഇപ്പൊ നമ്മള് ഒരു നമ്പർ ഏതാണ്? 4327 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് വൺസിന്റെ പ്ലേസ്, ഇത് ടെൻസിന്റെ പ്ലേസ്, ഇത് 100 പ്ലേസ്, ഇത് 1000ന്റെ പ്ലേസ്, അങ്ങനെയാണല്ലോ നമ്മളിത് എഴുതുക. അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വൺസിന്റെ പ്ലേസിൽ എന്ത് വേണം? 7 വേണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആദ്യം ലെഫ്റ്റിന് എഴുതി തുടങ്ങാം. അപ്പോ
7 വൺസിന്റെ പ്ലേസിൽ. ദെൻ നമുക്ക് ഏറ്റവും വലിയ നമ്പർ, അപ്പൊ നമ്മള് ശരിക്കും നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ 0 to 9 ആണ് നമ്പേഴ്സ് ഉള്ളൂ. ബാക്കി റിപ്പീറ്റേഷൻ അല്ലേ, 1 0 10 1 1 11 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത പോലെ. അപ്പൊ 0 to 9 ആണ് നമ്മൾ വാല്യൂസ് എടുക്കുന്നത്. അപ്പൊ ഇനി നമുക്കൊരു 4 ഡിജിറ്റ് നമ്പർ ആണ് വേണ്ടത്. വൺസിന്റെ പ്ലേസിൽ 7 നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെ ഏറ്റവും ലാർജ് വാല്യൂ വേണ്ട നമ്പർ ഏതാണ്? 9. സോ 9 1000ന്റെ പ്ലേസിൽ, 4 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 1000ന്റെ പ്ലേസ് വേണം, 1000ന്റെ പ്ലേസ് വേണം. ദെൻ ഏറ്റവും വാല്യൂ ഉള്ള നമ്പർ ഏതാണ്? 8. പിന്നെ വാല്യൂ ഉള്ളത് 6. അപ്പൊ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. 7 എന്ത് ചെയ്തു? വൺസിന്റെ പ്ലേസിൽ വന്നു. പിന്നെ ഏറ്റവും വാല്യൂ ഉള്ള നമ്പർ 1000 പ്ലേസിലും, പിന്നെ വാല്യൂ ഉള്ള നമ്പർ 8 എന്ത് ചെയ്തു? 8 100ന്റെ പ്ലേസിലും, പിന്നെ 6 ടെൻസിന്റെ പ്ലേസിലും വന്നു. ഓക്കെ, ഇനി എന്താ സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കുമ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു കണ്ടീഷൻ എന്താ? 7 വൺസിന്റെ പ്ലേസിൽ വരണം എന്നുള്ളതാണ്. 7 വൺസിന്റെ പ്ലേസിൽ കൊടുത്തു. ഇനി നമുക്ക് എഴുതി തുടങ്ങുമ്പോൾ ഏറ്റവും വാല്യൂ കുറഞ്ഞ നമ്പർ ആദ്യം എഴുതാം. അതായത് 0 നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ, കാരണം 0 ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് 3 ഡിജിറ്റ് നമ്പർ ആയി പോകും. അപ്പൊ നമ്മൾ ആദ്യം 1 എഴുതാം. 0 ഉണ്ട്, പിന്നെ വാല്യൂ ഉള്ളത് 1, പിന്നെ 0 എഴുതാ, പിന്നെ ഏത് നമ്പറാണ്? 2. ഇതാണ് ഏറ്റവും സ്മോളർ നമ്പർ. നമുക്ക് നമ്മുടെ കണ്ടീഷൻ വെച്ച് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തുണ്ടാക്കിയ നമ്പർ ഇതാണ്. ഓക്കെ, ഇനി നമ്മളോട് അവർ ചോദിച്ചത്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, നോട്ട് ദ നമ്പർ കനോട്ട് ബിഗിൻ വിത്ത് ദ ഡിജിറ്റ് 0 വൈ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമ്പർ 0 വെച്ച് ചെയ്യാൻ തുടങ്ങാൻ പറ്റില്ല. കാരണം എന്താണ്? 0 വെച്ച് തുടങ്ങുന്ന നമ്പറുകൾ അല്ലെങ്കിൽ നമ്പേഴ്സിന്റെ ഇപ്പർ മീൻസ് നമ്പേഴ്സിന്റെ ലെഫ്റ്റില് 0 വന്നു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഉണ്ടാവില്ല, റൈറ്റിലാണ് വാല്യൂ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു ബി ക്വസ്റ്റ്യൻ, ഡിജിറ്റ് 4 ഇസ് ഓൾവേസ് അറ്റ് 10 പ്ലേസ്. ടെൻസിന്റെ പ്ലേസിലുള്ള ഒരു 4 എന്ത് ചെയ്യണം? ടെൻസിന്റെ പ്ലേസിൽ ബാക്കി ഒരു ഗ്രേറ്റസ്റ്റ് നമ്പർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാ? 9. പിന്നെ 8. പിന്നെ ഉള്ള ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാ? 7. എവിടെയാണെങ്കിലോ 1 0 3 3. ഇവിടെ ആണെങ്കിലോ 9 9. റിപ്പീറ്റേഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ പാടില്ല എന്ന് പറഞ്ഞില്ല. റിപ്പീറ്റേഷൻ പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ 8 ആക്കി കൊടുക്കാം. 8 9 7 6. ഇവിടെ 1 9 0 2 ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ ബാക്കി എക്സസൈസ് നിങ്ങൾ ചെയ്ത് നോക്കാം. 1ന്റെ പ്ലേസിൽ അല്ല, 1 എപ്പോഴും 1000ന്റെ പ്ലേസിൽ വന്നിട്ട് ഒരു ലാർജർ നമ്പറും ഒരു സ്മോളർ നമ്പറും എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി 4th ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ടേക്ക് 2 ഡിജിറ്റ്സ്, സേ 2 and 3. നമുക്ക് 2 ഡിജിറ്റ് തന്നേക്കാണ്. ഏതൊക്കെയാണ്? 2ഉം 3ഉം. മേക്ക് 4 numbers using both the digits equal number of times. നമ്മളിൽ 2 നമ്പർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2ഉം 2 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. മേക്ക് 4 ഡിജിറ്റ് നമ്പർ, നമ്മളോട് പറയുന്നത് 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാനാണ്. യൂസിങ് ബോത്ത് ദ ഡിജിറ്റ്സ് ഈക്വൽ നമ്പർ ഓഫ് ടൈംസ്. അതായത് 2 എത്ര തവണ ഉപയോഗിക്കുന്നു അത്രയും തവണ തന്നെ 3 ഉപയോഗിക്കണം. അപ്പൊ ഒരു 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ 4 ഡിജിറ്റ് നമ്പറാണ് നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞേക്കുന്നത്. എത്ര ഡിജിറ്റ്സ് ഉള്ളൂ? 2 ഡിജിറ്റ്സ് ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു നമ്പർ എത്ര പ്രാവശ്യം വരണം? 2 പ്രാവശ്യം വന്നാൽ മതി. ഓക്കെ, 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 നമ്പറാണ് തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു നമ്പർ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ മതി?
ടു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പറും ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സ്മോളസ്റ്റ് നമ്പറും ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് എത്ര ഡിഫറെന്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഗ്രേറ്റസ്റ്റ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. അത് ഏതായിരിക്കും? 3322. സ്മോളസ്റ്റ് ആണ് ഏതായിരിക്കും? 2233. ഇനി ഇത് വെച്ച് എത്ര നമ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? 23 ഉണ്ടാക്കാം, 32 ഉണ്ടാക്കാം, ഇത് 3322 ഉണ്ടാക്കാം, 3232 ഉണ്ടാക്കാം. പിന്നെ ഈ നമ്പർ 2233 ഉണ്ടാക്കാം, പിന്നെ 2323 ഉണ്ടാക്കാം. ഇത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇത്ര നമ്പറൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. റിപ്പീറ്റേഷൻ ഒരുപാട് വരാൻ പാടില്ല. 2 പ്രാവശ്യം 2 ടൈംസ് വരാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? നിങ്ങള് എക്സസൈസ് ചെയ്ത് നോക്കാം. അടുത്തൊരു ഹെഡിങ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സ്റ്റാൻഡ് ഇൻ പ്രോപ്പർ ഓർഡർ. ഒരു പ്രോപ്പർ ഓർഡറിൽ സ്റ്റാൻഡ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. സ്റ്റാൻഡ് എന്ന് വെച്ചാൽ എന്താ? നിൽക്കാം. അപ്പൊ നമുക്കൊരു പടം തന്നിട്ടുണ്ട് ഇവിടെ. രാംഹരി, ഡോളി, മോഹൻ, ശശി, 4 കുട്ടികളാണ് ഇതിലുള്ളത്. ഇവര് നിൽക്കാണ്. അവരുടെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. രാംഹരിയുടെ ഹൈറ്റ് എത്രയാണ്? 160 സെന്റിമീറ്റർ ആണ്. ഡോളിയുടെ ഹൈറ്റ് 154 സെന്റിമീറ്റർ ആണ്. മോഹന്റെ ഹൈറ്റ് 158 സെന്റിമീറ്റർ ആണ്. ശശിയുടെ ഹൈറ്റ് 159 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മളോടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹു ഇസ് ദ ടോളസ്റ്റ്? ഇതിലെ ഏറ്റവും വലുത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ, ഏറ്റവും നമ്പർ കൂടിയത് ആർക്കാണ്? നമ്പർ വാല്യൂ കൂടിയത് ആർക്കാണ്? 160 സെന്റിമീറ്ററിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ രാംഹരിക്കാണ് ഹൈറ്റ് കൂടുതൽ. ഹു ഇസ് ദ ഷോർട്ടസ്റ്റ്? ഏറ്റവും ഷോർട്ട് ആരാണ്? ഏറ്റവും ഇതിൽ നമ്പർ ഏറ്റവും ചെറുതാരാണ്? ഡോളിയാണ്. അപ്പൊ ഡോളിക്കാണ് ഏറ്റവും ഹൈറ്റ് കുറവ്. ക്യാൻ യു അറേഞ്ച് ദം ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ ഹൈറ്റ്? അപ്പൊ നമ്മളോട് ഉള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഹൈറ്റ്, അതായത് ഹൈറ്റ് ഉള്ള ആൾ ഫസ്റ്റ്, ഹൈറ്റ് ഇല്ലാത്ത ആള് ഹൈറ്റ് ഏറ്റവും കുറഞ്ഞ ആൾ ലാസ്റ്റ്, അങ്ങനെ അവർ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഹൈറ്റിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആര് വരും? ഫസ്റ്റ് രാംഹരി വരും. സെക്കൻഡ് ആര് വരും? ശശി വരും. തേർഡ് ആര് വരും? മോഹൻ വരും. ഫോർത്ത് ആര് വരും? ഡോളി വരും. ഇങ്ങനെയാണ് നമ്മൾ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഹൈറ്റിൽ അറേഞ്ച് ചെയ്യുമ്പോൾ വരുന്നത്. ഇനി നമ്മളോട് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഹൈറ്റിൽ എന്ത് ചെയ്യാൻ പറഞ്ഞേക്കാണ്? അവര് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പൊ ഡിക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ആൾ ആദ്യം വരും. അപ്പൊ ഡോളി ആദ്യം വരും. പിന്നെ ചെറുതാരാണ്? മോഹൻ രണ്ടാമത് വരും. ശശി മൂന്നാമത് വരും. രാംഹരി നാലാമതും വരും. ഇതാണ് ഇതിന്റെ ഇൻക്രീസിംഗ് ഓർഡറും ഡിക്രീസിംഗ് ഓർഡറും. ഓക്കെ, ഇനി നമ്മളോട് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്. വിച്ച് ടു ബൈ? ഇതിൽ ഏത് വാങ്ങിക്കുന്ന ചോദിച്ചിരിക്കുന്നത്. സോഹൻ ആൻഡ് റീത്ത വെൻ ടു ബൈ ആൻ അൽമിറ. സോഹനും റീത്തയും കൂടി എന്ത് ചെയ്തു? അലമാര വാങ്ങിക്കാൻ പോയി. There were many almiras available with their price tag. അപ്പൊ അവര് അവിടെ എന്ത് ചെയ്തു? കുറെ അൽമിറാസ് കണ്ടു. അതിലെന്തൊക്കെയുണ്ട്? അതിലെല്ലാത്തിനും അതിന്റെ പ്രൈസ് ടാഗും കൊടുത്തിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ പ്രൈസസ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ. ഇൻക്രീസിംഗ് ഓർഡറിൽ അതിന്റെ പ്രൈസ് അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമ്മൾ നോക്കുമ്പോ ഏറ്റവും ഫസ്റ്റ് ഏതിനാണ് വില കൂടുതൽ? ഏതാണ്? അപ്പൊ ഫസ്റ്റ് പ്ലേസ്. രണ്ടാമത് വില കൂടുതൽ ഏതാണ്? ഇവിടെ 2 ഉണ്ട് 1000 പ്ലേസിൽ. പിന്നെ ഉള്ള 100 പ്ലേസ് 8 ഉള്ളത് ഇവിടെയാണ്. അപ്പൊ ഇതാണ് ഇൻക്രീസിംഗ് പ്രൈസ് ഓർഡറിൽ ഇത് സെക്കൻഡ്, ഇത് തേർഡ്. പിന്നെ 1ന്റെ പ്ലേസ് 1000 പ്ലേസിൽ 1 ഉള്ള 2 നമ്പർ ഉണ്ട്. പിന്നെ 100 പ്ലേസ് നോക്കുമ്പോൾ 8 ആണ് ലാസ്റ്റ്. സോ ഇത് 4, ഇത് 5. ഇതാണ് ഇതിന്റെ ഇൻക്രീസിംഗ് പ്രൈസ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്?
അടുത്ത ക്വസ്റ്റൻ എന്താ? ഡിക്രീസിങ് പ്രൈസ് ഓർഡറിലും കൂടി അറേഞ്ച് ചെയ്യാൻ പറയുന്നത്. നമ്മൾ നേരത്തെ ഹൈറ്റ് അറേഞ്ച് ചെയ്ത പോലെ ഡിക്രീസിങ് ഓർഡറിലും അതിന്റെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്കാണ്. പ്രൈസ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പൊ ഇതിൽ ഏറ്റവും വില കുറഞ്ഞത് ഏതാ? ഇതിൽ ഏറ്റവും വില കുറഞ്ഞത് ഇത്. സോ ഇത് ഫസ്റ്റ്, ദെൻ സെക്കൻഡ് ഇത്, തേർഡ് ഏതാ ഏറ്റവും വില കുറഞ്ഞത്? ദിസ് വൺ, പിന്നെ ഫോർത്ത് ഇത്, ഫിഫ്ത്ത് ഇത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ഓക്കെ, അപ്പോ നമ്മളോട് ട്രൈ ദിസ്, നമുക്കൊരു ടാസ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. തിങ്ക് ഓഫ് 5 more സിറ്റുവേഷൻ വേർ യു കമ്പയർ 3 or more ക്വാണ്ടിറ്റീസ്. 3 or more ക്വാണ്ടിറ്റീസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന കുറച്ചൊരു 5 സിറ്റുവേഷൻ നമ്മളോട് ആലോചിക്കാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു തിങ്ക്, നിങ്ങൾ കമ്പാരിസൺ നടത്തുന്ന സിറ്റുവേഷൻസ് ആലോചിക്കാം. നമ്മളിവിടെ എന്ത് ചെയ്തു? ഹൈറ്റ് ഓർഡറിൽ കുട്ടികളെ അറേഞ്ച് ചെയ്തു, അതുപോലെ പ്രൈസ് ഓർഡറിൽ അൽമിറ അറേഞ്ച് ചെയ്തു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തൊരു ഇൻക്രീസിങ് ഓർഡറിലും പിന്നെ ചെയ്തൊരു ഡിക്രീസിങ് ഓർഡറിലുമാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഒരു പേരില്ലേ, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇതിന്റെ പേരാണ് പറയാൻ പോകുന്നത്. അതായത് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. നിങ്ങൾ ഈ വേർഡ്സ് ഫെമിലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ? അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ? അസെൻഡിങ് ഓർഡർ മീൻസ് ദ അറേഞ്ച്മെന്റ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ്. ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള അറേഞ്ച്മെന്റ് ആണ് അസെൻഡിങ്. അറേഞ്ച്മെന്റ് ഫ്രം സ്മോളസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ് ആണ് അസെൻഡിങ്. അതായത് എങ്ങനെയാണ്? 1, 2, 3, 4 അങ്ങനെ. അതാണ് അസെൻഡിങ് ഓർഡർ. നിങ്ങൾ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി 1, 2, 3 ഓർക്കുക. നമ്മുടെ സാധാരണ ഉള്ള നമ്പർ പാറ്റേൺ 1, 2, 3, 4 ആണ് അസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ഡിസെൻഡിങ് ഓർഡർ മീൻസ് അറേഞ്ച്മെന്റ് ഫ്രം ദ ഗ്രേറ്റസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. ഗ്രേറ്റസ്റ്റ് ടു ദ സ്മോളസ്റ്റ് ആണ് ഡിസെൻഡിങ് ഓർഡർ. അതിപ്പോ എങ്ങനെയായിരിക്കും? 4, 3, 2, 1 ഇങ്ങനെയാണ് ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ എന്ന് ഡിക്രീസ് ചെയ്ത് താഴത്തേക്ക് വരാം. അപ്പൊ താഴെ ആയിരിക്കും ഏറ്റവും ചെറിയ വാല്യൂ ഉണ്ടാവുക. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്ത് പോവാ. മേളിലേക്ക് പോകുന്നതോറും വാല്യൂ കൂടി പോകും. അസെൻഡിങ് ഓർഡർ ഒന്നുകൂടി പറയാണ്, അസെൻഡിങ് ഓർഡർ മീൻസ് അറേഞ്ച്മെന്റ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ്. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്കുള്ള ഓർഡർ അറേഞ്ച്മെന്റ് ആണ് അസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലേക്കുള്ള അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, എപ്പോഴും മാറിപ്പോകുന്ന ഒരു സംഭവമാണ് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. പ്രത്യേകം നോട്ട് ചെയ്യാം അസെൻഡിങ് ഓർഡർ എന്താ, ഡിസെൻഡിങ് ഓർഡർ എന്താണെന്ന്. സ്മോളസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ് അസെൻഡിങ് ഓർഡറും സ്മോളസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ് അസെൻഡിങ് ഓർഡറും ഗ്രേറ്റസ്റ്റ് ടു സ്മോളസ്റ്റ് ആണ് ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ട്രൈ ദീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. അറേഞ്ച് ദ ഫോളോയിങ് നമ്പേഴ്സ് അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ളതാണ്. അപ്പൊ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ഇത് അറേഞ്ച് ചെയ്യാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമ്മള് ആദ്യം എ നോക്കാം, ബി നിങ്ങൾ സ്വന്തം ചെയ്യണം. എ നോക്കാം. എയില് ഏറ്റവും ചെറുത് ഏതാണ്? നമുക്ക് നോക്കുമ്പോ തന്നെ അറിയാം. 3 ഡിജിറ്റ് ഉള്ള 2 നമ്പർ ഉണ്ട്. അതില് ഫസ്റ്റ് ഡിജിറ്റ് സ്മോളസ്റ്റ് ആയിട്ടുള്ള 5 ആണ്. സോ 5. ദെൻ ഇത് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് 2 നമ്പർ ആണ്. ആ 2 നമ്പറിൽ 4 ഡിജിറ്റ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ഡിജിറ്റ് ലെസർ ആയിട്ടുള്ളത് ഏതാണ്? 8 ആണ്. അപ്പോ 8. ദെൻ 9. ഓക്കെ,
അപ്പോ അസെൻഡിങ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ്. നമ്മൾ ആ രീതിയിലാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതില് നമ്മൾ നോക്കുകയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എയിൽ ഏറ്റവും വലുത് ഏതാണ്? ഡിജിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും വലുത്. പിന്നെ ഡിജിറ്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് 3 നമ്പേഴ്സ് കമ്പയർ ചെയ്യാനുണ്ട്. 3 നമ്പേഴ്സ് കമ്പയർ ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും വലുത് ഏതാണ്? 7861 ആണ്. ദെൻ 7500, ദെൻ 5000. ഓക്കെ. ഇനി അതിൽ ഉള്ള ബി ക്വസ്റ്റ്യൻസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് നമുക്കുള്ള ടോപ്പിക് ആണ് ഷിഫ്റ്റിംഗ് ഡിജിറ്റ്സ്. ഷിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? ഷിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ മാറ്റാന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ പ്ലേസുകൾ തമ്മിൽ മാറ്റാനുള്ളതാണ് ഷിഫ്റ്റിംഗ് എന്നുള്ളത്. പ്ലേസ് എന്ന് വെച്ചാൽ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ആണ് ഷിഫ്റ്റിംഗ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. Have you thought what fun it would be if the digits in a number could shift from one place to the another? അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, നമുക്കൊരു നമ്പർ കിട്ടി, അതിലെ നമ്പേഴ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ പ്ലേസസ് തമ്മിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഫൺ ആയിരിക്കൂലേ? നല്ല രസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. തിങ്ക് അബൌട്ട് വാട്ട് വുഡ് ഹാപ്പൻ ടു 182. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന, ഇവിടെ തന്നിരിക്കുന്ന ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 182 ആണ്. 182 ആണ് നമ്മളോട് തന്നിരിക്കുന്ന നമ്പർ. 182-ല് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ നമ്പർ ആയിട്ട് എത്ര ഉണ്ടാക്കാം? 821 ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതുണ്ടാക്കാം? 128 ഉണ്ടാക്കാം. ഓക്കെ. അതായത് നമ്മളോട് പറഞ്ഞേക്കുന്നത് നമുക്കിപ്പോ നമുക്കൊരു 3 നമ്പർ തരാണെങ്കിൽ, അല്ല 3 ഡിജിറ്റ്സ് തരാണെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്ത് അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കാൻ പറയണം. 391 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ ഏറ്റവും ലാർജസ്റ്റ് എങ്ങനെ ഉണ്ടാക്കും? 931 വാല്യൂ വെച്ചിട്ട്. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് എങ്ങനെ ഉണ്ടാക്കും? 139. ഓക്കെ. ലാർജ് വാല്യൂ ഉള്ളത് ആദ്യം എഴുതി എന്ത് ചെയ്യുക, ലാർജ് നമ്പർ ഉണ്ടാക്കാം. സ്മോളർ വാല്യൂ ഉള്ളത് പിന്നെ ആദ്യം എഴുതി സ്മോളർ നമ്പർ ഉണ്ടാക്കാം. ഇനി നൗ തിങ്ക് അബൌട്ട് ദിസ്. നമ്മളോട് വേറൊരു കാര്യം പറഞ്ഞേക്കാണ്. ടേക്ക് എനി 3 ഡിജിറ്റ് നമ്പർ ആൻഡ് എക്സ്ചേഞ്ച് ദ ഡിജിറ്റ് അറ്റ് ദ 100 പ്ലേസ് വിത്ത് എ ഡിജിറ്റ് അറ്റ് 1 പ്ലേസ്. അടുത്തൊരു കാര്യം പറഞ്ഞേക്കുന്നത് വെച്ചാൽ, ഒരു 3 ഡിജിറ്റ് നമ്പർ നമ്മളോട് എടുക്കാൻ പറഞ്ഞേക്കാം. അപ്പൊ നമ്മളൊരു 132 എടുക്കാണ്. നമ്മളെന്താ പറഞ്ഞേക്കുന്നത്? സ്വാപ്പ് ചെയ്യാൻ പറഞ്ഞേക്കാം, ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഈ 2-വിനെ വൺസ് പ്ലേസിലേക്കും 100 പ്ലേസിലേക്കും, 2-നെ 100ന്റെ പ്ലേസിലേക്കും, 1-നെ വൺസിന്റെ പ്ലേസിലേക്കും, 100 പ്ലേസിൽ നിന്ന് 1ന്റെ പ്ലേസിലേക്കും 1ന്റെ പ്ലേസിൽ നിന്ന് 100 പ്ലേസിലേക്കും അറേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഓക്കെ. ഈസ് ദ ന്യൂ നമ്പർ ഗ്രേറ്റർ ദാൻ ദ ഫോമർ വൺ. അപ്പൊ നമ്മള് ഇപ്പോ 129 എടുത്തു എന്ന് വിചാരിക്കുക. നമ്മളതിനെ ഷിഫ്റ്റ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ നമ്പർ 921 ആണ്. അപ്പൊ ചോദിക്കുന്നത് നമ്പർ ഗ്രേറ്റർ ആണോ, നമ്മൾ ആദ്യം എടുത്ത 129-നേക്കാളും ഗ്രേറ്റർ ആണോ ഇപ്പൊ കിട്ടിയ നമ്പർ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എടുത്ത നമ്പർ വെച്ച് എന്താണ് ഗ്രേറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. 921 ആണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ. 921 നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. സോ ഇത് ഗ്രേറ്റർ ആണല്ലോ ഇതിനേക്കാളും. നമുക്ക് ഗ്രേറ്റർ കിട്ടി. ഇസ് ദ ന്യൂ നമ്പർ സ്മോളർ ദാൻ ദ ഫോമർ നമ്പർ. നമ്മൾ എടുത്തത് ഇനി ഒരു 129-ന് പകരം 120 എടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ നമ്പേഴ്സ് തമ്മിൽ ഷിഫ്റ്റ് ചെയ്തു വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് നമ്പർ ആയിരിക്കും കിട്ടുന്നത്?
0 to 1 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്തായി? ഈ നമ്പർ സ്മോളർ നമ്പർ ആയി. കാരണം 0 കൂടെ വാല്യൂ ഇല്ല, 0 പോവും അവിടുന്ന്. സോ 21 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഒരു സ്മോളർ നമ്പറും ഉണ്ടാക്കാം, ഒരു ലാർജർ നമ്പറും ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാണ്. റൈറ്റ് ദ നമ്പേഴ്സ് ഫോംഡ് ഇൻ ബോത്ത് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ഫോം ചെയ്ത നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞേക്കാണ്. ഇവിടെ ഇപ്പൊ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്. ഏതാണ്? 7795. 3 നമ്പർ തന്നിട്ടുണ്ട്. നമ്മളതിന്റെ ഫസ്റ്റും തേർഡും ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 597. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് യു എക്സ്ചേഞ്ച് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ടൈൽസ്. ടൈൽസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റും തേർഡും ഡിജിറ്റ് ചേഞ്ച് ചെയ്തു. ഇൻ വിച്ച് കേസ് ഡസ് ദ നമ്പർ ബിക്കം ഗ്രേറ്റർ? അപ്പോ ഇതിൽ ഏത് കേസിലാണ് നമ്പർ ഗ്രേറ്റർ ആയിട്ട് വന്നേക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് ഇൻ വിച്ച് കേസ് ഡസ് ഇറ്റ് ബിക്കം സ്മോളർ? അതുപോലെ സ്മോളർ ആയിട്ട് വന്നിരിക്കുന്നത് ഏത് കേസിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത് 795 ആയിരുന്നു. പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ 597 ആയി. നമ്മള് ആദ്യം കിട്ടിയ നമ്പറിനേക്കാളും നമുക്ക് എക്സ്ചേഞ്ച് കഴിഞ്ഞപ്പോൾ നമ്പർ എന്താണ്? സ്മോളർ ആണ്. കാരണം 100ന്റെ പ്ലേസിലുള്ള നമ്പർ 1ന്റെ പ്ലേസിലുള്ള നമ്പറിനേക്കാളും ഗ്രേറ്റർ ആയിരുന്നു. അതായത് 7 ഈസ് ഗ്രേറ്റർ ദാൻ 5. സോ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 5 ഫസ്റ്റ് പ്ലേസിൽ വരുമ്പോൾ എന്ത് ചെയ്യും? 7നേക്കാളും ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്കൊരു സ്മോളർ വാല്യൂ ആണ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഒന്നുകൂടി പറയാം. 795 ആണ് നമ്മൾ എടുത്ത നമ്പർ. അതിൽ 7നേക്കാളും വാല്യൂ കുറവാണ് 5ന്. സോ നമ്മൾ സ്വാപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 597 എന്ന് വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ എന്ത്? 7നേക്കാളും 5 കുറവായത് നമുക്ക് എന്ത് ചെയ്യും? ഒരു സ്മോളർ നമ്പർ ആണ് കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞേക്കുന്നത് ട്രൈ ദിസ് വിത്ത് എ 4 ഡിജിറ്റ് നമ്പർ. ഒരു 4 ഡിജിറ്റ് നമ്പർ വെച്ചത് ചെയ്തു നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. എക്സസൈസ് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് 10,000. അപ്പൊ നമ്മൾ ഇത്ര നേരം എന്തൊക്കെ പഠിച്ചു? ഹൺഡ്രഡുകളെ പറ്റി പഠിച്ചു, തൗസൻഡ്സിനെ പറ്റി പഠിച്ചു, കമ്പാരിസൺ പഠിച്ചു, അതുപോലെ ഷിഫ്റ്റിംഗ് പഠിച്ചു. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലാർജ് നമ്പർ എടുക്കാനും, അതുപോലെ 2 നമ്പർ വന്നിട്ട് അല്ലെങ്കിൽ 3 ഡിജിറ്റ് വന്നിട്ട് ലാർജ് നമ്പർ ഉണ്ടാക്കാനും സ്മോളർ നമ്പർ ഉണ്ടാക്കാനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം തൗസൻഡുകളെ പറ്റിയല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. 1000 വരെയുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 10,000നെ പറ്റിയാണ്. സോ നെക്സ്റ്റ് ഹെഡിങ് ഇൻട്രൊഡ്യൂസിങ് 10,000. 10,000 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ പോവാണ്. We know that നമുക്കറിയാം എന്ത്? ബിയോണ്ട് 99 there is no 2 digit number. 99 കഴിഞ്ഞ് പിന്നെ ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ടോ? ഇല്ലല്ലോ. ഏറ്റവും ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? 99 ആണ്. 99 is the greatest 2 digit number. 99 ആണ് ഏറ്റവും ലാർജസ്റ്റ് 2 digit number. Similarly, the greatest 3 digit number is 999. 999 ആണ് എന്ത്? ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ. ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഈസ് 9999. അതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 4 ഡിജിറ്റ് നമ്പർ. ഇവിടെ എല്ലാം ഈ 9 വന്നേക്കണം. എന്തുകൊണ്ടാ? ഇവിടെ 99 വന്നു, ഇവിടെ 99 വന്നു, ഇവിടെ 9 വന്നു, ഇവിടെ 99 വന്നു. വൈ ഇസ് ഇറ്റ് സോ? അത് എന്തുകൊണ്ടാണ്? കാരണം എന്താ? നമ്മൾ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 അതുവരെയാണ് എന്തുള്ളൂ? സിംഗിൾ യൂണിറ്റ്സ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഈ നമ്പേഴ്സിന്റെ റിപ്പീറ്റേഷൻ ആണ്. ഓക്കെ,
അതായത് 10 എന്ന് പറഞ്ഞാൽ 10 ആണ്. അതൊരു ന്യൂ നമ്പർ അല്ല. റിപ്പീറ്റേഷൻ ഓഫ് 1 ആൻഡ് 0 ആണ് 10 ആൻഡ് റിപ്പീറ്റേഷൻ ഓഫ് 1 ആണ് 11, 12, 13 അങ്ങനെ എല്ലാം. അപ്പൊ നമ്മളൊരു 2 ഡിജിറ്റ് നമ്പർ എടുക്കാൻ പറയുമ്പോൾ നമുക്ക് 1 2 എടുക്കാം, 2 1 എടുക്കാം, 3 1 എടുക്കാം, 4 1 എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എടുക്കാൻ പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ഡിജിറ്റ് ഏതാണ്? 9. അതിന്റെ റിപ്പീറ്റേഷൻ അതായിരിക്കും ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ നമ്പർ പാറ്റേണിൽ ശരിക്കും 9 വരെയാണ് സിംഗിൾ യൂണിറ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം റിപ്പീറ്റേഷൻ ആണ്. സോ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ സിംഗിൾ യൂണിറ്റിൽ വേണ്ട 9 ആണ്. സോ അതിന്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും എന്ത്? ബാക്കി വരുന്ന എല്ലാ ലാർജസ്റ്റ് നമ്പർ ഓഫ് പ്ലേസസും. ഇപ്പോ 2 ഡിജിറ്റ് ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 99 ആയിരിക്കും. അതുപോലെ ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 999 ആയിരിക്കും. ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 9999 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്. വാട്ട് ഷാൽ വി ഗെറ്റ് ഇഫ് വി ആഡ് 1 to 9099? 9999 കൂടെ നമ്മൾ 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് അവിടെ അവര് ആൻസർ കൂടി കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പാറ്റേൺ. ഈ പാറ്റേൺ നോക്കാണ് പറഞ്ഞേക്കുന്നത്. 9 + 1 എത്രയാണ്? 10. 99 + 1 100. 999 + 1 1000. നമുക്ക് താഴെ അതിനൊരു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നമ്പർ ഒബ്സർവ് ചെയ്യണമെങ്കിൽ, ഇഫ് യു ഒബ്സർവ് ദാറ്റ് നമ്പേഴ്സ്, നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഗ്രേറ്റസ്റ്റ് സിംഗിൾ ഡിജിറ്റ് നമ്പർ അതേതാണ്? 9 ആണ്. ഗ്രേറ്റസ്റ്റ് സിംഗിൾ ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. ഏതാണ്? 9 ആണ് ഗ്രേറ്റസ്റ്റ് സിംഗിൾ ഡിജിറ്റ്. അതിനോട് കൂടെ ഒരു 1 ആഡ് ചെയ്താൽ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതിന്റെ ലോജിക് മനസ്സിലായോ? ഗ്രേറ്റസ്റ്റ് സിംഗിൾ ഡിജിറ്റ് നമ്പർ അതേതാണ്? 9 ആണ്. 1 to 9 വരെയാണ് നമ്മുടെ നമ്പേഴ്സ് ഉള്ളൂ, ബാക്കിയെല്ലാം റിപ്പീറ്റേഷൻ നമ്മൾ പറഞ്ഞു. അപ്പൊ അതില് സിംഗിൾ ഡിജിറ്റ് നമ്പറിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? 9 ആണ്. അതിനോട് കൂടെ ഒരു 1 ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2 ഡിജിറ്റ് നമ്പറിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ നമുക്ക് കിട്ടും. ഗ്രേറ്റസ്റ്റ് സിംഗിൾ ഡിജിറ്റ് നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ നമ്മൾക്ക് കിട്ടും. 10 അല്ലേ ഏറ്റവും സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ? 9 വരെ സിംഗിൾ യൂണിറ്റ്, ദെൻ 10 to ആണ് 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈക്ക് ദിസ് 99 ആണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. അതിനോട് കൂടെ 1 ആഡ് ചെയ്താൽ സ്മോളസ്റ്റ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയ 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 999 ആണ്. അതിനോട് കൂടെ 1 ആഡ് ചെയ്താൽ ഏറ്റവും സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കാം. ഗ്രേറ്റസ്റ്റ് സിംഗിൾ ഡിജിറ്റ് നമ്പറിനോട് കൂടെ എത്ര ആഡ് ചെയ്താൽ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ കിട്ടും? നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? മനസ്സിലാവാത്ത പോലെ ഇരിക്കും. പക്ഷെ ശരിക്കും എന്താണ് അതിന്റെ ലോജിക്ക്? ഏറ്റവും സ്മോളസ്റ്റ് അല്ല, ഏറ്റവും ഗ്രേറ്റസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അതിനോട് കൂടെ എത്ര ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എത്രയാ? 10. അപ്പൊ 10 - 9 1 പ്ലസ് അല്ല 1 ആണ് കേട്ടോ. 1. ഓക്കെ, ഇനി നമ്മൾ ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത നോക്കി. 10, 100, 1000 നമുക്ക് കിട്ടി. ഈ 10 എന്താണ്? 10 raised to 0 അല്ല, 10 raised to 1. 10 raised to 2 ആണ് 100. 10 raised to 3 1000. അതായത് 10 into 1 ഇതെല്ലാം 10ന്റെ പവർ ആയിട്ടാണ് വരുള്ളൂ.
ഓക്കെ, ഇവിടെ എല്ലാം 9 റിപ്പീറ്റ് ചെയ്ത നമ്പറും അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 10ന്റെ പവറുകളാണ് വരുള്ളൂ. 10 into 1 10, 10 into 10 ആവുമ്പോൾ 100 ആയി, 10 into 100 ആവുമ്പോൾ അത് 10 into 1 10. ഇനി എന്താണ് പിന്നെ ഇങ്ങനെ 10 into 10 100, പിന്നെ 10 into 100 ഇങ്ങനെയാണ് നമ്മള് ഇങ്ങനെ വരച്ചെങ്കിൽ മനസ്സിലാവൂലേ. ഒന്നുകൂടി കാണിച്ചുതരാം. നമ്മളിപ്പോ 9 + 1 പറഞ്ഞു, അതായത് ഈ 1 into 10 ആണ് ഈ 10 വരുന്നത്. പിന്നെ വരുന്നത് എങ്ങനെയാണ്, ഇത് രണ്ടും കൂടി ഉള്ളതാണ്. അതായത് 10 into 10 ആണ് 100 വരുന്നത്. 10 into 10 ആണ് 100 വരുന്നത്. അതായത് 10 into 100 ആണ് 1000 വരുന്നത്. അതായത് നമ്മളിങ്ങനെ താഴേക്ക് അതിനെ ഇൻഡു ചെയ്ത് പോവാണ്. ഓക്കെ, we should then expect that on adding 1, നമ്മൾ ഒരു ഗ്രേറ്റസ്റ്റ് സിംഗിൾ യൂണിറ്റ് ആയ 9നോട് 1 ആഡ് ചെയ്ത ഏറ്റവും സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ കിട്ടും നമ്മൾ മനസ്സിലാക്കി. We should then expect that on adding 1 to the greatest 4 digit number, we would get the smallest 5 digit number. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ ലോജിക് അനുസരിച്ച് എന്താണ്, ഒരു സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ, സോറി, ഒരു ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആയ 9999നോട് കൂടെ 1 ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ കിട്ടും. അതുപോലെ തന്നെയാണ് എന്ത്, ഒരു ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ ഒരു സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി the new number which comes next to the 9999 is 10,000. It is called 10,000. Further, അത് എന്ത് 10 into 1000 ആണ് 10,000. 10 into 1000 10,000. 10 into 1000 10,000. നമ്മളപ്പോ ഇൻട്രൊഡ്യൂസിങ് 10,000 ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഇത്രയും പറഞ്ഞത്, നമ്മൾ 4 ഡിജിറ്റ് നമ്പർ വരെ പഠിച്ചു. അതിൽ ഏറ്റവും ലാർജർ നമ്പർ എന്താണ്, 9999, അതായത് 9999 ആണ് പഠിച്ചു. അതിനോട് കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 കിട്ടും. അതിന് 10,000 എന്നാണ് പറയുന്നത് ആ നമ്പറിന്. അതെന്താണ്, 10 into 1000 ആണ് 10,000. 10,000 10 into 1000 10,000. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കാണ്. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ പ്ലേസ് വാല്യൂയിലേക്ക് തിരിച്ചു വരികയാണ്. റീവിസിറ്റിംഗ് പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. യു ഹാവ് ഡൺ ദിസ് ക്വൈറ്റ് ഏർലിയർ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പ്ലേസ് വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, നമ്മൾ പഠിച്ചതാണ്. And you will certainly remember the expansion of a 2-digit number like 78. നമുക്കപ്പോ ഈ 78 എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. ഹൗ, നമ്മൾ എങ്ങനെയായിരിക്കും 78 എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത്? 78 എന്ന് പറഞ്ഞാൽ എന്താണ്, 78 ഈക്വൽ ടു 7 ഉള്ളത് എന്തിന്റെ പ്ലേസിലാ, 78 എന്ന് പറയുമ്പോൾ അത് 70 + 8 ആണ്. ഓക്കെ, 70 + 8 ആണ് 78. അതെന്ന് വെച്ചാൽ എന്താണ്, 7 into 10 ആണ് 70. ടെൻസിന്റെ പ്ലേസിൽ 7 വരുമ്പോഴാണ് 70 ആവുന്നത്. 8 into 1, വൺസിന്റെ പ്ലേസിൽ 8 വരുമ്പോഴാണ് അവിടെ എന്താവുന്നത്, 8 ആവുന്നത്. ഓക്കെ,
Similarly, you will remember the expansion of a 3-digit number like 278s. ഇനി നമുക്ക് 278 നോക്കുകയാണെങ്കിലോ 278 എന്ന് പറഞ്ഞാൽ എന്താണ് 2 ഏത് പ്ലേസിലാ 100ന്റെ പ്ലേസിലാ അപ്പൊ 200. 7 ഏതിന്റെ പ്ലേസിലാ 10ന്റെ പ്ലേസിലാ അപ്പൊ 70 പ്ലസ് 1ന്റെ പ്ലേസിൽ 8. അതപ്പോ അങ്ങനെ തന്നെ എഴുതാം. ഇനി ഇത് മൾട്ടിപ്ലിക്കേഷൻ, അതായത് നമ്മൾ പവർ ആയിട്ട് എഴുതുമ്പോൾ 2 into 100. 100ലെ പ്ലേസ് 2 വരുമ്പോഴാണ് 200 വരുന്നത്. പ്ലസ് 70 എന്ന് പറയുമ്പോൾ 7 into 10. 10ന്റെ പ്ലേസിൽ 7 വരുമ്പോഴാണ് 70 ആവുന്നത്. പ്ലസ് 1 into 8. 1ന്റെ പ്ലേസിൽ 8 വരുമ്പോഴാണ് എന്ത് വരുന്നത് 8 വരുന്നത്. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ എന്ത് വരും 278 വരും. ഓക്കെ, 278 വരുന്നത് മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് വി സേ, അപ്പൊ നമ്മൾ എന്ത് പറയും ഹിയർ 8 is at one's place. 8 ഏത് പ്ലേസിലാണ് 1ന്റെ പ്ലേസിലാണ്. 7 is at 10's place. 7 10ന്റെ പ്ലേസിലാണ്. 2 at 100 place. 2 എന്തിന്റെ പ്ലേസിലാണ് 100's പ്ലേസിലാണ്. Later on we extended this idea to 4-digit number. നമ്മളിനി ഇത് ഇപ്പൊ നമ്മൾ ചെറിയ നമ്പർ വെച്ചല്ലേ പറഞ്ഞത്, അതായത് 78 278 അങ്ങനെ കുറച്ച് ചെറിയ നമ്പർ വെച്ചല്ലേ പറഞ്ഞത്. അങ്ങനെ ഒരു 4-digit നമ്പർ വെച്ച് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ദ എക്സ്പാൻഷൻ ഓഫ് 5278 5278 എങ്ങനെ വരും നമുക്ക് നോക്കാം. അപ്പോ ഇത് 4-digit നമ്പർ ആണ്. അപ്പൊ 1000ന്റെ പ്ലേസ് ഉണ്ട്, 100ന്റെ പ്ലേസ് ഉണ്ട്, 10ന്റെ പ്ലേസ് ഉണ്ട്, 1ന്റെ പ്ലേസ് ഉണ്ട്. സോ അപ്പൊ ഇതാണ് നമ്മുടെ നമ്പർ 5278. 5278 എന്ന് പറയുമ്പോൾ 5000 പ്ലസ് 5 ആണ് 1000ന്റെ പ്ലേസിൽ, സോ 5000. 2 ആണ് 100ന്റെ പ്ലേസിൽ, സോ 200. 70 10ന്റെ പ്ലേസിൽ, സോ 70. 1ന്റെ പ്ലേസിൽ 8. ഓക്കെ, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തു. ഇനി ഇതിനെ വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ 10ന്റെ പവർ ആയിട്ട് ഇത് എങ്ങനെ എഴുതും 5 into 1000 5000. 2 into 100 200. 7 into 10 70 and 1 into 8 8. Okay, here 8 is at 1's place. 8 എവിടെയാണ് 1ന്റെ പ്ലേസിലാണ്. 7 is at 10's place. 7 10ന്റെ പ്ലേസിലാണ്. 2 is at 100 place. 2 ഏതിന്റെ പ്ലേസിലാണ് 100 പ്ലേസിലാണ്. And 5 is at 1000 place. 5 എവിടെയാണ് 1000ന്റെ പ്ലേസിലാണ്. 5 1000ന്റെ പ്ലേസ്ഡ് ആയതുകൊണ്ടാണ് എന്താ അവിടെ വന്നത് 5 into 1000 5000. 200ന്റെ പ്ലേസ്ഡ് ആയതുകൊണ്ട് 2 into 100 200. 7 10ന്റെ പ്ലേസ്ഡ് ആയതുകൊണ്ട് 70. 8 1ന്റെ പ്ലേസിലായതുകൊണ്ട് 8 into 1 8. Okay. With the number 1000 known to us, 10,000 known to us. 10,000 അപ്പോൾ നമുക്ക് മനസ്സിലായി. We may extend the idea further. നമ്മൾ ആദ്യം 2-digit നമ്പർ വെച്ച് 10s ഉം 1s ഉം വെച്ച് മാത്രം ചെയ്തു. പിന്നെ 3-digit നമ്പർ 100 10s 1s വെച്ച് ചെയ്തു. പിന്നെ 1000 4-digit നമ്പർ 1000 100 10s 1s വെച്ച് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു 10,000 നമുക്ക് ഫെമിലിയർ ആയി, നമ്മൾ പഠിച്ചു. സോ നമ്മൾ എന്ത് ചെയ്യാണ് 10,000ന്റെ നമ്പേഴ്സ് എക്സ്പാൻഡ് ചെയ്യാനാണ് പോകുന്നത്. We may write 5-digit numbers like 45,278. നമ്മൾ ഇങ്ങനെ ഒരു നമ്പർ എടുക്കാണ്. 4,000 അല്ലത് 45,278 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു കഴിഞ്ഞാൽ 4 ഏത് പ്ലേസിലാണ് 10,000ന്റെ പ്ലേസിൽ, 5,000ന്റെ പ്ലേസിൽ, 2 100ന്റെ പ്ലേസിൽ, 7 10ന്റെ പ്ലേസിൽ and 8 1ന്റെ പ്ലേസിൽ. We say that here 8 is at 1's place,
7 at tens place, 2 at hundreds place, 5 at thousands place, and 4 at 10,000 place. The number is ready as 45,278. Okay. Can you now write the smallest and the greatest 5-digit numbers? നമ്മളോട് പറഞ്ഞേക്കുന്നത് സ്മോളസ്റ്റ് 5-digit നമ്പറും ഗ്രേറ്റസ്റ്റ് 5-digit നമ്പറും എഴുതാനാണ് പറഞ്ഞത്. സ്മോളസ്റ്റ് 5-digit നമ്പർ എത്രയാ? സ്മോളസ്റ്റ് 5-digit നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 0 0 0 0. ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് 5-digit നമ്പർ. ഇതെങ്ങനെയായിരിക്കും എഴുതപ്പോ? 1 at 10,000 place. ബാക്കിയെല്ലാം 0 ആയതുകൊണ്ട് 10,000. പിന്നെ ഏറ്റവും ലാർജർ നമ്പർ ഏതായിരിക്കും? 9 9 9 9 9. അപ്പൊ 9 at thousands place, 9 at 100 place, 9 at tens place, sorry, 9 at 1000 place, 9 at 100 place, 9 at tens place, 9 at ones place. Okay, അങ്ങനെയാണ് വരുന്നത്. Try this. അപ്പൊ നമുക്കൊരു ആക്ടിവിറ്റി തന്നേക്കാണ്. Read and expand the numbers wherever there are blanks. അപ്പൊ ഇതില് ബ്ലാങ്ക് ഉള്ള നമ്പറുകൾ നമ്മളോട് റീഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഫസ്റ്റ് നമുക്ക് കൊടുത്തേക്കുന്നത് 20,000 2 into 10,000, 26,000 2 into 10,000 into plus 6 into 1,000, 38,400 ആവുമ്പോഴോ 3 10,000 പ്ലേസിൽ, 8,000 പ്ലേസിൽ, 4 100 പ്ലേസിൽ. അത്ര എഴുതിയാൽ മതി. കാരണം ബാക്കി രണ്ട് സ്ഥലത്ത് 0 ആയതുകൊണ്ട് അത് സ്പെഷ്യൽ മെൻഷൻ ചെയ്യണമെന്നില്ല. ഇനി 65,740 ആണെങ്കിലോ 6 10,000 പ്ലേസിൽ, 5 1000 പ്ലേസിൽ, 7 100 പ്ലേസിൽ ആൻഡ് 4 10s പ്ലേസിൽ. ഓക്കെ. ഇനി 89,324 പറഞ്ഞിട്ടുണ്ട്. അത് 8 10,000 പ്ലേസിൽ, 9 1000 പ്ലേസിൽ, 3 100 പ്ലേസിൽ, 2 10 പ്ലേസിൽ, 4 1s പ്ലേസിൽ. പിന്നീട് കുറച്ച് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? റീഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാം. റീഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത്ര നേരം എന്തൊക്കെ പഠിച്ചു? വൺസിന്റെ പ്ലേസ് പഠിച്ചു, ടെൻസിന്റെ പ്ലേസ് പഠിച്ചു, ഹൺഡ്രഡ്സിന്റെ പ്ലേസ് പഠിച്ചു, 1000 പഠിച്ചു, 10,000 പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡ്യൂസിങ് 1 lakh. 10,000 കഴിഞ്ഞ പിന്നെ ഏറ്റവും സ്മോളസ്റ്റ് 5-digit നമ്പർ എന്നുള്ളത് അല്ല, ഏറ്റവും സ്മോളസ്റ്റ് 6-digit നമ്പർ എന്നുള്ളത് 1 lakh ആണ്. ആഡിങ് 1 to the greatest 5-digit number should give the smallest 6-digit number. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തിയറി ആണ്. ഗ്രേറ്റസ്റ്റ് 5-digit നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്ത് നമുക്ക് സ്മോളസ്റ്റ് 6-digit നമ്പർ കിട്ടും. അതായത് 99,999 കൂടെ 1 ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന നമ്പറാണ് 1 lakh. This number is named as 1 lakh. ഈ നമ്പറിനെ പറയുന്ന പേരാണ് 1 lakh. അതായത് 5 zeros പിന്നെ 1. 1 lakh comes next to 99,999. ഏറ്റവും ലാർജസ്റ്റ് 5-digit നമ്പറായ 99,999 കൂടെ 1 ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? 1 lakh കിട്ടും. ഈ 1 lakh 10ന്റെ കൂടെ എന്ത് ഡിവൈഡ് ചെയ്താൽ കിട്ടും? സോറി, ഡിവൈഡ് അല്ല, എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും? 10,000 into 10 ആണ് 1 lakh. 10,000 കൂടെ 10 ആഡ് ചെയ്താലാണ് നമുക്ക് 1 lakh കിട്ടുന്നത്. So we may now write 6-digit number in the expanded form as അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നമ്പർ കൊടുത്തേക്കാണ് 2,46,853 എന്ന് പറഞ്ഞ ഒരു നമ്പർ കൊടുത്തേക്കാണ്. ഇതില് 2 ഏത് പ്ലേസിലാണ്? 1 lakhന്റെ പ്ലേസിലും 4
10,000 പ്ലേസിലും 6,000 പ്ലേസിലും 800 പ്ലേസിലും 10 പ്ലേസിലും 3 1 പ്ലേസിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് കൊടുത്തേക്കുന്ന നമ്പർ ഏതൊക്കെയാണ്? നമുക്ക് തന്നേക്കുന്ന നമ്പർ 2,46,853 എന്ന് പറഞ്ഞ നമ്പറാണ് നമുക്ക് തന്നേക്കുന്നത്. അത് 2 ഏതിന്റെ പ്ലേസിലാണ്? 1 ലാഖിന്റെ പ്ലേസില്, 4 10,000 പ്ലേസില്, 6,000 പ്ലേസില്, 800 പ്ലേസില്, 5 10 പ്ലേസില്, 3 1 പ്ലേസില്. ഓക്കെ, അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണ് പറയുന്നത്. 5 ഡിജിറ്റ് നമ്പർ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലേസ് ഏതായിരിക്കും? 10,000 ആയിരിക്കും ഫസ്റ്റ് പ്ലേസ്. 6 ഡിജിറ്റ് വരെ വരുമ്പോൾ അതിന്റെ ഫസ്റ്റ് പ്ലേസ് 10 lakh ആയിരിക്കും. This number has 3 at 1's place, 5 at 3 at 1 place, 5 at 10th place, 8 at 100 place, 1,000 place, 4 10,000 place, and 2 at lakh place. 2 ആണ് lakh place. This number name is 2,46,853. അപ്പൊ നമ്മൾ ഈ നമ്പറിനെ പറയുന്ന പേരാണ് 2,46,853 എന്നാണ് ഈ നമ്പറിനെ വായിക്കുക. ഓക്കെ, റീഡ് ആൻഡ് എക്സ്പാൻഡ് ദ നമ്പേഴ്സ് വേറെവർ ദർ ആർ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലാങ്ക് ഉള്ളവർക്ക് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റത്തെ 3 lakh, ദെൻ 3,50,000. 3,50,000 എന്ന് പറയുമ്പോൾ 3 at lakh place, 5 at 10,000 place, അത്രേ ഉള്ളൂ. 3,53,500 എന്ന് പറയുമ്പോൾ 3 lakh place, 5 10,000 place, 3,000 place, 500 place. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കാം. ഓക്കെ, അടുത്തത് അപ്പൊ നമ്മള് ഇപ്പൊ 1s പഠിച്ചു, 100 പഠിച്ചു, 1000s പഠിച്ചു, 10,000s പഠിച്ചു, lakh place വരെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് ആണ് ലാർജർ നമ്പേഴ്സ്. If we add one more to the greatest 6-digit number, we get the smallest 7-digit number. അപ്പൊ നമ്മൾ പഠിച്ചു ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 6-digit നമ്പറിന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സ്മോളസ്റ്റ് 7-digit നമ്പർ നമുക്ക് കിട്ടും. അതിന് നമ്മൾ എന്ത് പറയും? 10 lakh എന്ന് പറയും. ലാക്ക് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന പൊസിഷൻ ആണ് 10 lakh. Write down the greatest 6-digit number and the smallest 7-digit number. Write the greatest 7-digit number and the smallest 8-digit number. The smallest 8-digit number is called 1 crore. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള 7-digit നമ്പറിനോട് 1 ആഡ് ചെയ്ത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 8-digit നമ്പർ കിട്ടും. അത് നമ്മൾ പറയുന്നതാണ് 1 crore. അപ്പോ 1s, 10s, 100, 1000s, 10,000s, lakh, 10 lakh, then വരുന്നതാണ് 1 crore. അപ്പൊ ഈ പാറ്റേൺ കംപ്ലീറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. 9 plus 1 10, 99 plus 1 100, 999 plus 1 1000, 9,999 plus 1 10,000, 9999 plus 1 1 lakh, 9 lakh, 99,999 plus 1 എത്രയാ? 10 lakh, then 99 lakh, 99,999 plus 1 1 crore. അപ്പൊ റിമെമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ബ്ലൂ ബോക്സ്. ചെക്ക് ചെയ്യത് 100 എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ടെൻസ് ഉണ്ട്? 10 ടെൻസ്. അതായത് 10 into 10 100. 1,000 ആവുമ്പോ 10 hundreds, 10 into 100. 1 lakh ആവുമ്പോ 100,000. അപ്പൊ 10 into 1000. 10 into
1000 ആണോ? 10 into 1000, 10,000. 10 into 10,000, 1 lakh. 100 lakhs ആണ് എന്ത്? 10,000. Thousands ആണ് 1 crore. Okay. Try this one to number കൊടുത്തിട്ടുണ്ട്. 10 minus 1, 9. 100 minus 1, 99. നമ്മൾ നേരത്തെ ചെയ്ത പാറ്റേണിന്റെ ഓപ്പോസിറ്റ് ആണ്. 10 minus 1 വരുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് 1 ഡിജിറ്റ് വരും, പിന്നെ 2 ഡിജിറ്റ് വരും, 3 ഡിജിറ്റ് വരും, അങ്ങനെ വരും. ഓക്കെ, വി കം അക്രോസ് ലാർജ് നമ്പേഴ്സ് ഇൻ മെനി ഡിഫറെന്റ് സിറ്റുവേഷൻ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പല സിറ്റുവേഷൻസിലും ലാർജ് നമ്പറിലേക്ക് നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, വൈ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ യുവർ ക്ലാസ് വുഡ് ബി 2 ഡിജിറ്റ് നമ്പർ. നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ നമ്പർ എന്തായിരിക്കും? ചിലപ്പോൾ 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ യുവർ സ്കൂൾ വുഡ് ബി എ 3 or 4 ഡിജിറ്റ് നമ്പർ. ക്ലാസ്സിലുള്ള അത്രയും കുട്ടികളാണ് സ്കൂളിൽ ഉണ്ടാവുന്നത് അല്ലല്ലോ. സ്കൂളിൽ എന്തായിരിക്കും? ഒരു 3 അല്ലെങ്കിൽ 4 ഡിജിറ്റ് നമ്പർ കുട്ടികൾ വരെ ഉണ്ടാവും. ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ നിയർ ബൈ ടൗൺ വുഡ് ബി മച്ച് ലാർജർ. സ്കൂളിലേക്കായും കൂടുതൽ കുട്ടികൾ ഉണ്ടാവും നിങ്ങൾ താമസിക്കുന്ന ടൗണിൽ ഉണ്ടാവും. ഈസ് ഇറ്റ് എ 5 or 6 or 7 ഡിജിറ്റ് നമ്പർ? അത് 5 ഡിജിറ്റ് നമ്പർ ആവാം, 6 ഡിജിറ്റ് നമ്പർ ആവാം, 7 ഡിജിറ്റ് നമ്പർ ആവാം. ഡു യു നോ ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ യുവർ സ്റ്റേറ്റ്? നമ്മുടെ സ്റ്റേറ്റിലുള്ള ആളുകളുടെ നമ്പർ അറിയോ? അത് എത്രയാവും? ഒരു 7 ഡിജിറ്റ് നമ്പർ വരെയും ആവാം, അതിലും കൂടുതലും ആവാട്ടോ. ഹൗ മെനി ഡിജിറ്റ് വുഡ് ദാറ്റ് നമ്പർ ഹാവ്? അതിൽ എത്ര നമ്പർ എന്നാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് വുഡ് ബി ദ നമ്പർ ഓഫ് ഗ്രെയിൻസ് ഇൻ എ സാക്ക് ഫുൾ ഓഫ് വീറ്റ്? ഒരു ചാക്ക് മുഴുവൻ ഗോതമ്പില് എത്ര നമ്പർ ഓഫ് ഗ്രെയിൻസ്, എത്ര നമ്പർ ഓഫ് വീറ്റ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. എ 5 ഡിജിറ്റ് നമ്പർ, എ 6 ഡിജിറ്റ് നമ്പർ ഓർ മോർ. 5 ഡിജിറ്റ് ആവാം, 6 ഡിജിറ്റ് ആവാം, അല്ലെങ്കിൽ അതിൽ കൂടുതലാവാം. അപ്പൊ നമ്മളോട് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ട്രൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. First, give 5 examples where the number of things counted would be more than 6 digit number. 6 digit നമ്പറിനേക്കാളും കൂടുതൽ കൗണ്ട് തന്നെ തിങ്സിന്റെ നമ്പർ എഴുതാൻ. സ്റ്റാർട്ടിങ് ഫ്രം ദ ഗ്രേറ്റസ്റ്റ് 6 digit number, റൈറ്റ് ദ പ്രീവിയസ് 5 numbers in descending order. ഡിസെൻഡിങ് ഓർഡറിൽ 6 digit നമ്പറിൽ നിന്ന് താഴേക്ക് എഴുതാൻ. പിന്നെ സ്മോളസ്റ്റ് 8 digit നമ്പറിൽ നിന്ന് തുടങ്ങി അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ. അത് റീഡ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോ ഇന്ന് ഇത്രയും മതി. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വൺസിന്റെ പ്ലേസിനെ പറ്റിയും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്പർ കമ്പാരിസൺ ആണ്. നമുക്ക് ഡിജിറ്റുകൾ നോക്കി നമ്പർ കമ്പയർ ചെയ്യാം. പിന്നെ ഡിജിറ്റുകൾ സെയിം ആണെങ്കിൽ പ്ലേസ് നോക്കി കമ്പയർ ചെയ്യാം, പ്ലേസിലെ വാല്യൂ നോക്കി കമ്പയർ ചെയ്യാം. നമ്മളിന്ന് ടെൻസിനെ പറ്റി പഠിച്ചു, ഹൺഡ്രഡ്സിനെ പറ്റി പഠിച്ചു. പിന്നെ ഏതൊക്കെയാണ് ഫെമിലിയർ ആയത്? 1000 ഫെമിലിയർ ആയി, 10,000 ഫെമിലിയർ ആയി, ലാക്ക് ഫെമിലിയർ ആയി, നമുക്ക് 10 lakh ഫെമിലിയർ ആയി, അതുപോലെ ക്രോറും ഫെമിലിയർ ആയി. അതുപോലെ നമുക്ക് കിട്ടിയൊരു ലോജിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു 2 ഡിജിറ്റ്, 3 ഡിജിറ്റ്, 4 ഡിജിറ്റ് നമ്പറിനോട് ഒരു 1 ആഡ് ചെയ്ത ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 3 ഡിജിറ്റ്, 4 ഡിജിറ്റ്, 5 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ നമുക്ക് കിട്ടും എന്ന് നമുക്ക് ആ ഒരു ലോജിക്ക് മനസ്സിലായി. ഓക്കെ, ഇത്രയും എടുത്തത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.